ഹൃദയം പൂർണ്ണമായി നൽകും നാഥനേ, പകരം എന്തു നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകും നാഥനേ. മാനവരാശിയുടെ രക്ഷയ്ക്ക് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഗലീലായിൽ വെച്ച് പറഞ്ഞതുപോലെ ഇതാ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും കാറ്റാണി CSI സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ. ലോകരക്ഷകന്റെ ഉയർപ്പിന് സന്ദേശവുമായി കടന്നുപോകുന്ന വാഹന സംഘത്തെ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തോട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സന്ദേശം അറിയിക്കുവാൻ പ്രിയമക്കൾ കടന്നുപോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവകൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മരിച്ചും ഉയർത്തുന്നത് ഇന്നും ജീവിക്കുമെന്ന സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുവാൻ ഈ മക്കളെ ദൈവം അധികാരപ്പെടുത്തും. അതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വാഹനത്തെയും സംഘത്തെയും ദൈവം ആശീർവദിച്ചയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും CSI കാറ്റാണി സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ദിനാശംസകൾ. നിങ്ങൾക്കേവർക്കും കാറ്റാടിയ CSI സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ദിനാശംസകൾ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയവീരനായ കർത്താവായ യേശു മാനവരാശിക്കായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും CSI കാറ്റാണി സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തന്നെ തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി നമ്മുടെ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഹേ പാതാളമേ, നിന്റെ ജയം എവിടെ? റോമൻ മുദ്രകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും CSI കാറ്റാണി സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ. വീണ്ടും വരാറായി, ഹല്ലേലൂയ, വേഗം വരാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും
തിരയുന്നതെന്ത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നതെന്ത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും CSI കാച്ചാണി സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ദിനാശംസകൾ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിലം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിലം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. മരണത്തെയും പാതാളത്തെയും ജയിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കേവർക്കും കാച്ചാണി CSI സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ. വാനമേഘത്തേരിലേറി നാഥൻ വരും, അന്ത്യവിധിക്കായി മണ്ണിൽ വീണ്ടും വരും. വാനമേഘത്തേരിലേറി നാഥൻ വരും, അന്ത്യവിധിക്കായി മണ്ണിൽ വീണ്ടും വരും. ഒരുങ്ങാം, നമുക്കൊരുങ്ങാം, നാഥന്റെ വരവിനായി കാത്തിരിക്കാം. മാനവരാശിയുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തു ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഗലീലയിൽ വെച്ച് പറഞ്ഞതുപോലെ ഇതാ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും കാച്ചാണി CSI സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ. നല്ലവൻ, യേശു വല്ലഭൻ, സർവ വല്ലഭൻ, കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. ഭൂനിവാസികൾക്കു വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കേവർക്കും കാച്ചാണി CSI സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ. യേശുക്രിസ്തുവിന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകി തൻ സ്നേഹിതരോടൊത്തു നിത്യം വസിച്ചിടുവാൻ. സ്വയം ഭോജ്യമായി നൽകി തൻ സ്നേഹിതരോടൊത്തു നിത്യം വസിച്ചിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. രാജാവായി വാഴുന്ന തേജസ്സിൽ വസിക്കുന്നു, വിശ്വാസികൾക്ക് രക്ഷ നൽകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും കാച്ചാണി CSI സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നാകയാ. ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യജീവൻ മനുഷ്യർക്കായി സമ്പാദിച്ച രക്ഷകനായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലോകം എങ്ങും ആർക്കുവിൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. നിങ്ങൾക്കേവർക്കും കാച്ചാണി CSI സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ. ഉന്നതത്തിൽ നിന്നും തിരുവോസ്തിയിൽ വന്നണഞ്ഞ മിശിഹ കർത്താവേ, നിൻ ഉന്നതമാം തിരുനാമം വാഴ്ത്തിയിടുന്നു. ഇന്നു നിന്റെ മുന്നിൽ കൈകൾ കൂപ്പിയിടുന്നു.
ആത്മാവിന്റെ ഉള്ളം ഞങ്ങൾ തുറന്നിടുന്നു. ആരാധിച്ചു നിന്നെ ഞങ്ങൾ നമിച്ചിടുന്നു. ആത്മാവിന്റെ ഉള്ളം ഞങ്ങൾ തുറന്നിടുന്നു. ആരാധിച്ചു നിന്നെ ഞങ്ങൾ നമിച്ചിടുന്നു. ആരാധന അങ്ങേക്കാരാധന. മാനവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉന്നതത്തിൽ തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കണ്ണുനീർ തുടപ്പിൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പിൻ. നിങ്ങൾക്കേവർക്കും CSI കാച്ചാണി സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകി. അവിടുത്തെ പുനരുത്ഥാന ദിവസത്തെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ കർത്താവേ പ്രഭാതനാരാധന പങ്കെടുക്കുവാൻ നൽകിയിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. അവിടുത്തെ വലിയ കൃപയും സമാധാനവും ഞങ്ങളുടെ മേൽ പകർന്നു ഞങ്ങളെ അവിടെ അനുഗ്രഹിക്കുകയും
തിരുവല്ല സന്ദേശം നൽകുവാനിരിക്കുന്ന ദാസനെയും ദൈവജനങ്ങളെയും പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്കായി തിരുവനന്തപുരത്തെ അവിടുന്ന് കൂട്ടിവരുത്തിയവർക്കായി സ്തോത്രം. കർത്താവിന്റെ മക്കളെ അവിടുന്ന് കർത്താവനിയുമായി അനുഗ്രഹിച്ച് തക്കസമയത്ത് കൂട്ടിവരുത്തുമാറാണ് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യവും ദൈവകൃപയും അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവടിയുടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ധാരാളം പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം ഉയരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ കർത്താവെ സമർപ്പിക്കുന്നു. കർത്താവ് തന്നെ മഹത്വപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജനകർത്താവെ പുനരുത്ഥാനത്തിൻ്റെ അനുഭവം അവർ അനുഭവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും പകർന്ന് ഈ പ്രഭാതം അനുഗ്രഹിച്ചതെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കുന്ന പിതാവേ, ആമേൻ. ദൈവനാമം സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്ത്യാനികളുടെ പാഠപുസ്തകത്തിൽ 495 പാഠം.
നിന്റെ സാന്നിധ്യം സന്തോഷവും മതി നിരാപാദത്തിന് പ്രമോദവും നമുക്ക് പിതാവിനും പശുതാനും മാത്രം പറയട്ടെ. വായനയ്ക്കായി വന്നിരിക്കുന്ന ലേഖന വേദഭാഗം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുക ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്നത്. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ എന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താങ്കാന്റെ നിധിയിലെത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിന്റെ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും താഴ്ത്തിയിലാക്കുമ്പോൾ വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ താഴ്ത്തിയിലാക്കിയിട്ടിരിക്കും എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുക്കുന്നവൻ ഒഴുകിയെത്രേ എന്നും സ്പഷ്ടം. ദൈവം വായിച്ച വേദഭാഗങ്ങൾ ദൈവം നന്ദിയുടെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഒരു വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതം കൂടി കണ്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പുനരുത്ഥാന ദിനത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് വിവിധ ഭവനങ്ങളായിരുന്നവർക്ക് അവിടുന്ന് സന്നിധിയിലേക്ക് വന്നു ചേരുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ മുദ്രകളെ തന്ന് ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ചു. ശരീരം ബലഹീനമാണെങ്കിലും ആത്മാവ് ഒരുക്കത്തോടുകൂടെ തിരിച്ചറിയിലേക്കായിരിക്കുന്നു. കർത്താവേ, നിന്റെ ആലയത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, പുതുശക്തിയും പുതുബലവും പകർന്നു കൊടുക്കുകയും പുനരുത്ഥാനത്തിന്റെ കർത്താവേ ശക്തി ഞങ്ങളിൽ പ്രഭാതത്തിൽ അനുഭവിപ്പാൻ അവിടെ കൃപയേറുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, ആദ്യം വരുവാൻ കഴിയാതെ ശാരീരിക അസ്വസ്ഥതയിൽ കഴിയുന്നത് അറിയുന്നു. അച്ഛനെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആശുപത്രിയിൽ ഭവനത്തിലേക്ക് വന്നു പെടുന്നിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. ശുശ്രൂഷിക്കുന്ന ദാസിയെ ദൈവജനങ്ങളെ ഏൽപ്പിക്കുന്നു. വൈദ്യുതിക ഭാര്യയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ശാരീരിക ബലഹീനയിൽ നിന്നും അവിടുന്ന് കാത്തുകൊള്ളുമാറാകണമേ. പരിശുദ്ധനായ കർത്താവെ, പ്രായത്തിലുള്ള അമ്മമാർക്കായി പിതാക്കന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലം ക്ഷയിച്ച കാലയളവിൽ ബലവാനെ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ
ജീവിപ്പാനുള്ള കൃപ ദാസിദാസന്മാർക്ക് നൽകണമേ. സകല കുടുംബത്തിനും പേരുവാൻ കാരണമായ കർത്താവേ, ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പരിശുദ്ധനായ കർത്താവേ, സ്വർഗീയ പിതാവേ, കുടുംബങ്ങളിലൂടെ കർത്താവിനെ ഒന്ന് തൊട്ടറിയുവാൻ, അനുഭവിച്ചറിയുവാൻ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും അവസരം നൽകണമേ. കർത്താവേ, വിവിധ പരീക്ഷകൾ എഴുതിയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് ഞങ്ങളുടെ മക്കളെ ഓർക്കുന്നു. വിദേശത്തായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, പ്രവീണികൾക്കായി പ്രാർത്ഥിക്കുന്നു. സുഖത്തോടും ബലത്തോടും ആരോഗ്യത്തോടും നല്ല ദാസനെ ദൈവം കാത്ത് പരിപാലിക്കണമേ. പരിശുദ്ധനായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിലെ സന്തോഷം ഞങ്ങൾ കൊയ്ത്തുകാലത്തിൽ സന്തോഷം പോലെ അനുഭവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. കഴിഞ്ഞ രാത്രിയിലൊക്കെ കർത്താവേ, ഈ ശ്രദ്ധനുമായി ബന്ധപ്പെട്ട് അധ്വാനിച്ച ശാരീരികമായി വളരെയധികം ത്യാഗായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധനായ കർത്താവേ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ദൈവം അധികമായി ശക്തീകരിക്കണമേ, അധികമായി ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത്രത്തോളം കർത്താവേ ആലയത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ നിൽക്കുവാൻ പ്രിയപ്പെട്ട മക്കൾ കൊടുത്ത അവസരങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, വിശുദ്ധിയിൽ ആരാധിപ്പാൻ ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം. ഇന്ന് കർത്താവേ, ഞങ്ങൾക്ക് സന്ദേശം നൽകുന്ന അങ്ങയുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിൻ്റെ കർത്താവേ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ ഇറങ്ങി വരുവാൻ, പുനരുദ്ധാനത്തെ കർത്താവേ ഒന്ന് ശക്തമായി തൊട്ടറിയുവാൻ, അനുഭവിച്ചറിയുവാൻ അവിടുന്ന് കൃപയരുമാറാകണമേ. ദൈവമേ, അങ്ങയുടെ ദാസന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ, പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ച് ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ച് വഴി നടത്തുന്നവർക്കായി സ്തോത്രം. കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിലായി പോകുവാൻ ആഗ്രഹിച്ചു പോകുവാൻ കഴിയാതെ ഭവനങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും സുഖവും ബലവും ദീർഘായുസ്സും പ്രിയപ്പെട്ട മക്കളോടൊന്ന് പകർന്നു കൊടുക്കണമേ. തിരുകൃപ പകർന്നവരെ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ചർച്ചക്കാരനായി നിർമ്മല സഹോദരനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിനായി പാടുവാൻ, കർത്താവിനായി നിൽക്കുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. തിരുകൃപ ധാരാളം പകരണമേ, തിരുകൃപ ധാരാളം പകരണമേ, തിരുകൃപ ധാരാളം പകരണം. ആലയത്തിൽ നൽകിയിരിക്കുന്ന എല്ലാവിധ നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൻ്റെ ആലയത്തിലെ ശുശ്രൂഷകൾ വിവിധ രീതിയിൽ ചെയ്യുവാൻ എൻ്റെ മക്കളെ വിളിച്ചിരിക്കുന്നവർക്കായി സ്തോത്രം. ചർച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ, കപ്യാദാസന്മാരുടെ കുടുംബങ്ങളൊക്കെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവകൃപ ധാരാളം പകരണമേ, ദൈവകൃപ ധാരാളം പകരണമേ, ദൈവശക്തി അധികമായി പകർന്നു കൊടുക്കണമേ. പിതാലയത്തിൽ സൂക്ഷിക്കാനായി എൻ്റെ മക്കളെ ബലപ്പെടുത്തുന്നവർക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു പ്രഭാതം കൂടി കാണുവാൻ നിൽക്കുന്ന അനുവാദത്തിനായി സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സാന്നിധ്യവും കൃപയും അവിടുന്ന് പകർന്ന് എല്ലാ മക്കളെയും എൻ്റെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ സാന്നിധ്യ കൃപ പകർന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, സുഖമില്ലാതെ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായ വിടുതലും സൗഖ്യവും അവർക്കവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായത്തിൽ നമ്മമാർക്കായി
പിതാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരത്തണച്ച് പരിപാലിച്ച് വഴി നടത്തണമേ. പരിശുദ്ധ കർത്താവേ, വിദേശത്തായിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അകലെ ജോലി ചെയ്യുന്ന മക്കൾക്കായി, വിദൂരയിൽ പഠിക്കുന്ന മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം ധാരാളം പകർന്ന് അവിടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കഥാവിഭജനമാർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, തക്ക സമയത്ത് വാതിൽ തുറന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരത്തോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. മക്കളെ കൊടുത്ത ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ കർത്താവയുടെ കമ്മിറ്റിക്കായി നേർത്തു കൊടുക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമേ. കർത്താവയായതിൻ്റെ സൂക്ഷ്മം ചെയ്യുന്ന അഭ്യാസമാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അധികം ബലവും സുഖവും പകർന്ന് എൻ്റെ മക്കളെയും അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചർച്ചക്കാരനായി നേർത്തു കൊടുക്കുന്ന സഹോദരനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സന്ദേശത്തിന് വേണ്ടി കർത്താവെ, വാഹനങ്ങൾ ക്രമീകരിക്കുവാനും മറ്റു ക്രമീകരണം ചെയ്യുവാനും പ്രിയ മകനവർക്ക് പോയിപ്പാൻ ദൈവമിടയാത്തവർക്കായി സ്തോത്രം. അതിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ട മക്കളെയും നന്ദിയോടെ ഓർക്കുന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുവാൻ ഈ പ്രഭാതം കർത്താവേ, നിന്റെ മക്കളിലൂടെ അവിടെ ഇടയാത്തവർക്കായി സ്തോത്രം. വാഹനം ഓടിച്ച മകനായി പ്രാർത്ഥിക്കുന്നു. സൃഷ്ടി ഉപയോഗിച്ച മകനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ധാരാളം പകർന്ന് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ കർത്താവേ, എന്നവനത് സൂക്ഷിക്കായി നടന്നിരിക്കുന്ന സഹോദരനായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലെ ആഴത്തിലേക്ക് ചെന്ന് കർത്താവേ, ഇന്ന് കേൾക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു ഞങ്ങൾക്കായി തന്നെയാണ് കർത്താവെ പുനരുത്ഥാനം ചെയ്തതെന്ന് അവന് ജീവിക്കുന്ന സാക്ഷ്യം കർത്താവെ കേൾക്കുമ്പോൾ കർത്താവെ ജീവിതങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുവാൻ അവിടുന്ന് കൃപകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരുടെ എഴുന്നേറ്റ കർത്താവിനെ ജീവിക്കുന്ന കർത്താവിനെ സാക്ഷിപ്പാൻ ഞങ്ങളെ അധികമായി അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തിയ കർത്താവിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവത്തോട് നിറയ്ക്കണമേ. ഞങ്ങളെ അവിടുന്ന് കാത്തോട് മാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നമ്മളാലും നിറയ്ക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിടെ പ്രാർത്ഥന കേൾക്കണം. പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ണു സ്വർഗ്ഗത്തിൽ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകളാതെ സകലത്തിൽ നിന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈസ്റ്റർ സന്ദേശം നൽകുവാൻ നമ്മുടെ മധ്യം വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ബൈബിൾ കോളേജിലെ അധ്യാപകനായിരിക്കുന്ന അവരുകളാണ്. വട്ടപ്പാറയുള്ള ഡിവൻറ്റിസ്റ്റ് ഫെലോഷിപ്പിൽ എല്ലാ മാസവും ഞങ്ങൾക്ക് വന്ന് ബൈബിൾ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ് എന്ന് പറയുന്നത് സന്തോഷമുണ്ട്. ദൈവകൃപയാൽ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെയ്യുവാനുള്ള കൃപ ദൈവദാസൻ നൽകിയിട്ടുണ്ട്. ഇന്ന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന അവരുടെ നിങ്ങളെല്ലാവരുടെ പേരും സ്വന്തം പേരും കാരണമായി സ്വാഗതം. ഈശ്വര സന്ദേശ റാലിക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്ത പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുകയാണ് ചെയ്യുന്നത്. വളരെയധികം കഴിഞ്ഞ രാത്രിയിൽ നവകക്കാരൊക്കെ അധ്വാനിച്ചു. ശ്രീ ഉമേഷിൻ്റെ നേതൃത്വത്തിൽ ശ്രീ റിച്ചാർഡ്, റോഷൻ, വിസനൻ, സുധീഷ് ശരിയുള്ള
എന്നിവരാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തത്. ശ്രീ പ്രിൻസാണ് നമുക്ക് വാഹനം ക്രമീകരിച്ചു തന്നത്. അതിൽ വാഹനത്തിൽ വയ്ക്കുവാനുള്ള ഫ്ലക്സ് ശ്രീമതി അമ്പിളി സുരേഷാണ് സ്പോൺസർ ചെയ്തത്. ഇന്നത്തെ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് ശ്രീ സുരേഷ് ബാബുവിൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ ആയിട്ടാണ്. അതുപോലെ തന്നെ മുട്ടക്കറി വെച്ച് തന്നതിന് വളരെയധികം ആത്മാർത്ഥമായ സഹകരണത്തിൻ്റെ വിജയവുമായി ശ്രീമതി മഞ്ജു പ്രിയ ശുചികരയുള്ള മറ്റു സുരക്ഷിതരോടുള്ള നിശ്ചയമായ നന്ദി അറിയിക്കുന്നു. വാഹനത്തിൽ സെൻട്രൽ ക്രമീകരിച്ചത് സംസ്ഥാന പ്രിയ സഹോദരനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഉറങ്ങാത്ത ധാരാളം പേരുണ്ട്. അനൗൺസ്മെന്റ് വാഹനത്തിൻ്റെ ക്രമീകരണം ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ട മക്കളെല്ലാം വളരെ ആത്മാർത്ഥമായി സഹകരിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ. 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കടന്നുപോയി യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദേശം അറിയിക്കുവാൻ പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവം അവസരം നൽകി. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ആലയത്തിലെ ഉപയോഗത്തിനായിട്ട് 4 മൈക്കുകൾ 4 പേരായിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. ശ്രീമതി അമ്പിളി സുരേഷ് വിശാഖ് വെറ്റിക്കുളം, ശ്രീമതി സുനിത സുരേഷ് കണ്ണമ്മോല, ആരോഗ്യയുടെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന ആരോഗ്യമേഷന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു മൈക്ക് ആരോഗ്യമേഷ് ഇവിടെ നമുക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സുരേഷ് ബാബു വിശാഖ വേദിക്കുളം ഒരു മൈക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. നമുക്ക് ദേവാലയ ഉപയോഗത്തിന് വേണ്ടി ഇതിനെ വേർതിരിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, സ്വർഗീയ പിതാവേ, 4 മൈക്കുകളുമായി തന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലയ ഉപയോഗത്തിനായിട്ട് വേർതിരിപ്പാൻ കർത്താവ് എൻ്റെ മക്കളിലൂടെ നൽകിയ പ്രചോദനങ്ങൾക്കായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആലയ ഉപയോഗത്തിനായി ഈ മൈക്കുകൾ വേർതിരിക്കുന്നു. അവിടെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ കർത്താവെ, പ്രത്യേകിച്ച് ആരോഗ്യയുടെ പ്രയാസാൽ ഭാരപ്പെടുന്ന ആരോഗ്യ മനുഷ്യനായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി സൗഖ്യവും വിടുതലും സൗഖ്യം പ്രാപിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കും. ആരോഗ്യബന്ധനത്തെ പരിപൂർണമായി അവിടുന്ന് മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു പ്രിയപ്പെട്ടവരും വിവിധമായ കർത്താവെ ആവശ്യങ്ങളുടെ ജീവിതത്തിലുണ്ട്. ദൈവം അവർക്ക് നടത്തി അതിനെ അനുഗ്രഹിച്ച് വാഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തിലേക്ക് വേണ്ടി ഇത് വാങ്ങിയേൽപ്പിക്കുവാൻ പ്രിയപ്പെട്ട മക്കൾ കൊടുത്ത നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. പരിശുദ്ധനായ കർത്താവെ, നല്ല മനസ്സിനായി സ്തോത്രം. ഇതിനെ അവിടെ പിതാവിൻ്റെ പുത്രൻ്റെയും സ്ഥാനത്ത് വിശുദ്ധീകരിച്ച് വേർതിരിച്ച് ആലയത്തിനായി വേർതിരിക്കും. യേശു നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ തിരുവനന്തപുരം സന്ദേശം പുതിയ മേഖലയിലൂടെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഈ സമയത്ത്
ഓരോ ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുവാനും ദൈവത്തിൻ്റെ വചനം കൊണ്ടുവരുവാനും എനിക്ക് ഈ അവസരം ഒരുക്കിയ സാമ്പത്തിക നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, ദൈവകൃപയിലൂടെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമിച്ച് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മറക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. അതിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അധികം മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ ഞാൻ ആദ്യമായിട്ടൊരു വാക്യം വായിച്ച് എൻ്റെ ചിന്തയിലേക്ക് വരാൻ എന്ന് വിചാരിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ 3-4 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് ഞാൻ വായിക്കട്ടെ. 1 കൊരിന്ത്യർ chapter 15 verses 3 and 4. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ 3-4 വാക്യങ്ങൾ വായിക്കും. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ലോകം മുഴുവൻ അങ്ങയുടെ മരണത്തിന്റെയും അടക്കത്തിന്റെയും വിശേഷാൽ ഉയർപ്പിന്റെയും ഓർമ്മ പുതുക്കുന്ന ഈ ദിവസങ്ങൾ കർത്താവേ, അങ്ങയുടെ മക്കളോടൊത്ത് ഞങ്ങൾക്കും ആ ഓർമ്മ പുതുക്കാനുള്ള അവസരം അങ്ങ് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ വരുന്ന കാര്യങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കും. ഈ വചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. നാളെ പുതുക്കപ്പെടുന്ന ദൈവശക്തി അന്ന് ഞങ്ങൾ തന്നെ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകാര്യങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. അങ്ങേ ഉയർത്തുവാൻ, അങ്ങേ മാത്രം ഉയർത്തുവാൻ അന്ന് ഞങ്ങളെ സഹായിക്കും.
പ്രാർത്ഥനയുടെ സ്തോത്രം സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരുപക്ഷെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നാണ് പുനരുദ്ധാനം അഥവാ റെസറക്ഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇത് എന്തുകൊണ്ട് പ്രാധാന്യമർഹമെന്ന് വെച്ചാൽ ലോകത്തിൽ പല മതങ്ങൾ ഉണ്ട് എങ്കിൽ, വ്യത്യസ്തമായ മതങ്ങൾ ഉണ്ട് എങ്കിൽ, പല മതങ്ങളും മരണത്തോട് അവസാനിക്കുന്ന മതങ്ങളായിരിക്കുമ്പോൾ ചില മതങ്ങളിൽ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചില സൂചനകൾ മാത്രം നൽകുമ്പോൾ മരിച്ചതിന് ശേഷം അതിന് ജയിച്ച് മടങ്ങി വന്ന പാട്ടുകാരൻ പറയുന്ന പോലെ ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്നതല്ല അല്ലേ? അവർ ഗുഡ് നൈറ്റ് പറഞ്ഞിച്ചു പോയി, പക്ഷെ ഗുഡ് മോർണിംഗ് പറയാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷെ അങ്ങനെ തിരിച്ചു വന്ന് ജീവനിലേക്ക് മടങ്ങി വന്ന് തന്റെ ഭക്തരോട്, തന്റെ മക്കളോട്, തന്റെ ശിഷ്യരോട് നിങ്ങൾക്ക് വന്ദനം എന്ന് പറയുവാൻ സാധിച്ച ഒരാൾ മാത്രമേ ലോകത്തുള്ളൂ, അത് കർത്താവായ യേശു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാണ് പുനരുദ്ധാനം അഥവാ റെസറക്ഷൻ അഥവാ ഉയർപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വചനം വായിക്കുമ്പോൾ ഇത് നമ്മുടെ പ്രാരംഭമായിട്ട് വായിച്ച വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ക്രിസ്തുവിന്റെ വരവ് തിരുവഴുത്തുകളിൽ പ്രകാരമായിരുന്നു. ക്രിസ്തുവിന്റെ മരണം തിരുവഴുത്തുകളിൽ പ്രകാരമായിരുന്നു. ക്രിസ്തുവിന്റെ ഉയർപ്പും തിരുവഴുത്തുകൾ അനുസരിച്ച് തന്നെ ആയിരുന്നു. അത് പറയാനുള്ള കാരണം പറയുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കാര്യമുണ്ട്. ഒത്തിരി ആൾക്കാർ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് തങ്ങളുടെ വിശ്വാസം വിട്ടകലുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഈ പറയുന്നതെല്ലാം കെട്ടുകഥകളാണ് എന്ന് പൊതുവെ അവിടെ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് പലരും വിശ്വാസം കുറവാണ്. എന്നാൽ അതിനും ശ്രദ്ധയോടെ വായിച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന പോലെയല്ല കർത്താവായ യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്നും ആ സാധാരണ മനുഷ്യനായ യേശുവിനെ നമ്മൾ കുറെ ക്രിസ്ത്യാനികൾ ചേർന്ന് ലോകത്തെ രക്ഷിതാവാക്കിയെന്നും പിന്നെ ആക്സിഡന്റൽ ജീസസ് വാസ് പുട്ട് ടു ഡെത്ത് എന്നൊരു വിശ്വാസം പ്രചരിക്കപ്പെടുമ്പോൾ വചനം വ്യക്തമായിട്ട് പറയുന്നത് യേശുവിന്റെ മരണം അങ്ങനെയായിരുന്നില്ല. He came to life. He came to live as per the Holy Scripture. ദൈവത്തിന്റെ വചനം അനുസരിച്ച് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ വ്യത്യസ്ത വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്തു ലോകത്തിൽ വന്നു. ഈ ക്രിസ്തു ജീവിച്ചു, ക്രിസ്തു മരിച്ചു, ക്രിസ്തു അടക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് തിരുവെഴുത്ത് എന്ന് മനസ്സിലാക്കുക. ഈ പുസ്തകത്തില് വചനം വ്യക്തമായിട്ട് പറയുന്നു ക്രിസ്തുവിന് ഈ ലോകത്തിൽ ജനിക്കുവാൻ ഒരു സമയം ഉണ്ടായിരുന്നു. ഗലാത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? അതെ, ആ കാലഘട്ടം അനുസരിച്ച് അതിന് ഏറ്റവും കൃത്യസമയമായപ്പോൾ ഇൻ ഡ്യൂ ടൈം ദൈവം സ്ത്രീയിൽ ജനിച്ചവനായി തന്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചു. കൃത്യമായിട്ട് ക്രിസ്തു ജനിക്കുവാൻ ഒരു സമയമുണ്ടായി, ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ ഒരു സമയമുണ്ടായി. ക്രിസ്തുവിന്റെ ശുശ്രൂഷ അവസാന കാലഘട്ടമാകുമ്പോൾ കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പ്രത്യേക പരാമർശങ്ങൾ പിതാവേ അങ്ങയുടെ പുത്രൻ ഗ്ലോറിഫൈ അല്ലെങ്കിൽ മഹത്വപ്പെടുത്തുവാനുള്ള നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് അപ്പൊ ക്രിസ്തു മരിക്കേണ്ടതിന് ഉള്ള ഒരു നാഴിക ലൂക്കോസ് 9-ാം അധ്യായത്തിൽ പറയുന്നതിനാണ് തന്റെ ആരോഹണത്തിനുള്ള കാലം തികഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് മരിച്ച് ഉയർത്തേണ്ട സമയമായി എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇന്നത്തെ സർവീസ് നടക്കുന്ന ഒരു ടൈം ടേബിൾ വെച്ചിട്ടാണ്, ടൈം ക്ലോക്ക് വെച്ചിട്ടാണ്. എന്നതുപോലെ ക്രിസ്തുവിന്റെ ലോകത്തിലുള്ള ശുശ്രൂഷകൾക്ക് ദൈവം ഒരു സമയം നിശ്ചയിച്ചിരുന്നത് പോലെ തന്നെ ക്രിസ്തു ദൈവത്തിന്റെ സമയത്ത് ലോകത്ത് ജനിച്ചു. ദൈവത്തിന്റെ സമയത്ത് ആ കാലസമയം ജനിച്ചവനാണ് യേശു. കൃത്യമായിട്ട് 3.5 വർഷം കർത്താവ് ശുശ്രൂഷിച്ചു. കൃത്യമായിട്ട് മരിക്കേണ്ട സമയത്ത് ക്രിസ്തു മരിച്ചു, ഉയർത്തേണ്ട സമയത്ത് ക്രിസ്തു ഉയർത്തുകയും ചെയ്തു. ആ ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് പുതിയ നിയമത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു വിഷയമല്ല ഉയർപ്പ് എന്ന് പറഞ്ഞ് പഴയ നിയമത്തിലെ ചിന്തകളെ എന്ന് പറയുന്ന ആഗ്രഹിക്കുക. പഴയ നിയമത്തില് ഒന്നിലധികം പ്രാവശ്യം നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു ചിന്തയാണ് ഉയർപ്പ് എന്നുള്ളത്. ചില വാക്യങ്ങൾ വായിച്ചാല് യെശയ്യാവ് 26-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നമ്മൾ ഇങ്ങനെ പറയും. യെശയ്യാവ് 26:19 നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിക്കും, നിന്റെ മഞ്ഞ പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. വാസ്തവത്തില് യെശയ്യാവ്, യെഹെസ്കേൽ, ഹോശേയ, ദാനിയേൽ, ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ തുടങ്ങിയ ഒത്തിരിയേറെ പുസ്തകങ്ങളിൽ നമ്മൾ പല പ്രാവശ്യം കാണുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഉയർപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം വായിച്ചാൽ ഇയ്യോബിനെ പറയുന്നു, ഇയ്യോബ് 19:25 മുതൽ വായിച്ചാൽ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയും. വാക്യം 26 എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തിലേക്കാണ്. വാസ്തവത്തിൽ ദേഹരഹിതനെന്ന് പറയുമ്പോൾ അതിനെ മറ്റൊരു ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് അതിന് മൂലഭാഷകൾ ദേഹസഹിതനായി എന്നാണ്. ദേഹമില്ലാത്തവരായിട്ടല്ല,
ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഒരുപക്ഷെ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകത്തിൽ ഒന്നായ ഇയ്യോബിന്റെ പുസ്തകം രേഖപ്പെടുത്തുക. ഉൽപ്പത്തി പുസ്തകത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. അപ്പോൾ വേദപുസ്തകത്തിന്റെ ആദ്യ താളുകൾ മുതൽ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടം മുതൽ നമ്മൾ ഏകദേശം അവസാന പുസ്തകങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന പുസ്തകങ്ങൾ വരെ നമ്മൾ ഒത്തിരിയേറെ പ്രാവശ്യം കാണുന്ന പരാമർശിക്കപ്പെടുന്ന ശക്തമായ ഒരു ഉപദേശമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് മനസ്സിലാക്കാം. ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ചേർത്ത് പറയട്ടെ, ഉയർപ്പിനെ കുറിച്ച് വേദപുസ്തകത്തിൽ രണ്ട് തരം പരാമർശങ്ങളുണ്ട്. ഒന്ന് താൽക്കാലികമായ ഉയർപ്പ്, രണ്ട് നിത്യമായ ഉയർപ്പ്. The first one is called as temporary resurrection and the second one is called as the eternal resurrection. അപ്പോൾ താൽക്കാലിക ഉയർപ്പ് എന്ന് പറയുമ്പോൾ അതിന് ചില ഉദാഹരണങ്ങൾ തിരുവെഴുത്തിൽ നമ്മൾ കാണും. ഏലിയ എന്ന പ്രവാചകനെ കുറിച്ച് വായിക്കുമ്പോൾ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഒരു വിധവയുടെ മകനെ താൻ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു എന്ന് വചനം പറയും. രണ്ട്, എലീശ എന്ന് പറയുന്ന ദേവദാസൻ രണ്ട് വ്യക്തിത്വങ്ങളെ തന്റെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു തിരുവെഴുത്തിൽ പറയും. അപ്പോൾ പഴയ നിയമത്തിലെ 3 പേരാണ് മരിച്ചിട്ട് വീണ്ടും ജീവനിലേക്ക് മടങ്ങുന്നത്. പുതിയ നിയമത്തിൽ വന്നാല് കർത്താവ് യേശുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്നെ 3 പേര്, നമുക്കറിയാം, ഈ വിധവയുടെ മകൻ തിരിച്ചു വരികയാണ്. 2 ലാസർ തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഒരു യാക്കോബിന്റെ മകൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ പറഞ്ഞ പഴയത്തിലുള്ള 3 പേരും, കർത്താവ് യേശുവിന്റെ ശുശ്രൂഷയിലെ 3 പേര്, അതുപോലെ പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയിലെ മരിച്ചുപോയ ഒരു മനുഷ്യൻ തിരിച്ചു വരികയാണ്, യൂത്തിക്കോസ് തിരിച്ചു വരികയാണ്. അപ്പോസ്തലൻ പത്രോസിന്റെ ശുശ്രൂഷയിലൂടെ മരിച്ചുപോയ ഒരു പെൺകുട്ടി തബീഥ എന്നാണ് കുഞ്ഞിന്റെ പേര്, ആ കുഞ്ഞ് ജീവനിലേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ മിനിമം 8 പേരെങ്കിലും നമ്മൾ ഈ പറഞ്ഞ താൽക്കാലികമായിട്ട് അവർ തിരിച്ച് ജീവനിലേക്ക് വന്നു എന്നുള്ള വായിക്കും. പക്ഷെ വ്യത്യാസമായിട്ട് ഇവർ മരിച്ചു, അവർ വീണ്ടും ജീവൻ പ്രാപിച്ചു, പക്ഷെ വീണ്ടും അവർ മരിച്ചു. എന്നാൽ യേശുക്രിസ്തുവിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, യേശുക്രിസ്തു മരിച്ചു, അവിടെ നിന്ന് വീണ്ടും ഒരിക്കലും മരിക്കാതിരിക്കേണ്ടതിന് ജീവനിലേക്ക് മടങ്ങി. He got resurrected never to die again. വീണ്ടും ഒരിക്കലും മരിക്കാതിരിക്കും. തിരുവചനം പറയുന്നു, ഇനി അവന്റെ മേൽ മരണത്തിന് അധികാരമില്ല. നമ്മുടെ തിരുവചനം വായിക്കുന്ന ഒരു എക്സെപ്ഷണൽ കേസ് നമ്മൾ മത്തായി 27-ാം അധ്യായത്തിൽ വായിക്കുന്നു. കർത്താവ് യേശു മരിക്കുന്ന സമയത്ത് അവിടെ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച പല വിശുദ്ധന്മാരെ ശരീരം ഉയർത്തു എന്ന് പറയും. ഈ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസംഗം ഇങ്ങനെ, ഒരിക്കൽ ദേവദാസനായിരുന്ന ഒരാൾ ഇപ്പൊ വിശ്വാസം വിട്ടകന്നു പോയ ഒരാൾ പ്രസംഗിച്ച ഒരു കാര്യം. അതേപോലെ ഒരു വാക്യം പറയുന്നത്, വാസ്തവത്തിൽ യേശു ക്രിസ്തു അല്ല ആദ്യത്തെ പുനരുദ്ധാനം, യേശു മുമ്പ് പലരും ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് അദ്ദേഹം ഈ വാക്യം എടുത്തു. പക്ഷെ വാസ്തവത്തിൽ മത്തായി 22-ാം അധ്യായത്തിന്റെ 52, 53 വാക്യങ്ങൾ വായിച്ചാൽ അതിന് ആദ്യം പറയുന്നു, വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലരും ഉയർത്തെഴുന്നേറ്റു. വാക്യം കഴിഞ്ഞില്ല. വാക്യം 53-ൽ അത് കണ്ടിന്യൂ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശേഷം, യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശേഷം അത് കല്ലറകളിലേക്ക് ഇട്ടു. അപ്പോൾ 1 Corinthians 15-ാം അധ്യായത്തിൽ we call that as a chapter on resurrection. പുനരുദ്ധാനത്തിന്റെ അധ്യായം എന്ന് വിളിക്കപ്പെടുന്ന ഒരുപക്ഷെ ഏറ്റവും അധികം പ്രാവശ്യം പുനരുദ്ധാനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു അധ്യായം പൗലോസ് എഴുതുന്നത് 1 Corinthians 15-ാം അധ്യായം. ആ അധ്യായത്തിൽ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, ക്രിസ്തു ഉയർത്തിരിക്കുന്നത് അത് പുനരുദ്ധാന നിരയിലെ ആദ്യ ഫലമായിട്ട് ആണ്. അപ്പോൾ പുനരുദ്ധാന നിരയിലുള്ള ആദ്യ ഫലം ക്രിസ്തു, അതിന്റെ പിന്നാലെ അവരുടെ പലരും ഉയർത്തെഴുന്നേൽക്കും എന്ന വചനം പറയുകയാണ്. അപ്പോൾ പഴയ നിയമം പല പ്രാവശ്യം എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് മനസ്സിലാക്കണം. 2, അതുകൊണ്ട് തന്നെ കർത്താവ് യേശുവിന്റെ ജീവിതത്തില് കർത്താവ് പല പ്രാവശ്യം മുൻകൂട്ടി പറഞ്ഞ ഒരു പ്രവചനങ്ങളിൽ ഒന്നാണ് പുനരുദ്ധാനം അഥവാ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് മനസ്സിലാക്കണം. അതായത് യേശു കർത്താവ് ജനിച്ചപ്പോൾ തന്നെ അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നത് പോലെ ക്രിസ്തു തന്നെ സ്വന്തം മരണത്തെക്കുറിച്ചും, ക്രിസ്തു തന്നെ സ്വന്തം അടക്കത്തെക്കുറിച്ചും, ക്രിസ്തു തന്നെ സ്വന്തം ഉയർപ്പിനെ കുറിച്ചും പല പ്രാവശ്യം എടുത്തു പറഞ്ഞു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ വാക്യങ്ങൾ മാത്രം നോക്കിയാൽ മിനിമം 7 കണ്ടെത്താൻ സാധിക്കും. ഇൻഡയറക്റ്റ് വാക്യങ്ങൾ പറഞ്ഞാൽ അതിൽ അധികം വരും. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ വാക്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകട്ടെ. എന്തുകൊണ്ടാണ് ഈ വചനങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ പുതിയ തലമുറയിൽപ്പെട്ട പല ആൾക്കാർക്ക് ഈ വചനങ്ങൾ വിശ്വസിക്കാൻ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, we got easily distracted while listening to the word of God. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് വ്യതിചലിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് I would like to invite your attention back to the word of God. ഞാൻ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഞങ്ങൾ വായിക്കുകയാണ്. എന്നാൽ യഹൂദന്മാർ അതിനോട്, യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് എന്ത് അടയാളം തരും എന്ന് ചോദിച്ചു. വാക്യം 19, യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം. അപ്പോൾ യേശു കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് യേശു അവരുടെ അക്ഷരീകമായ ദേവാലയത്തെ കുറിച്ച് പറയുന്നു എന്ന്.
എന്നാൽ യേശു ദൈവാലയത്തെ കുറിച്ചല്ല പറഞ്ഞത്, തന്റെ ശരീരം എന്ന ആലയത്തെ കുറിച്ചാണ്. കാരണം നമ്മൾ വായിച്ചാല് അതിന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ എടുത്തു പറയുകയാണ്, യേശു ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഓർത്തു. വാസ്തവത്തില് യേശു കർത്താവ് പല പ്രാവശ്യം ഇതിനെ കുറിച്ച് പറഞ്ഞെങ്കിലും ഈ ലോകത്ത് ഓർത്തിരിക്കാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു കൂട്ടം ആൾക്കാർ എന്ന് പറയുന്ന ശിഷ്യന്മാർ മാത്രമാണ്. മത്തായി 10-ാം അധ്യായം കൊണ്ട് വായിച്ചാല് പരീക്ഷമാർ ചോദിച്ചു, കർത്താവേ ഞങ്ങൾക്ക് ഒരു അടയാളം വേണം. യേശു മറുപടി പറഞ്ഞു, യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം ലഭിക്കില്ല. എന്താണ് അടയാളം? യോന കടലാടിനെ വിളിച്ചു 3 രാവും 3 പകലും പോലെ മനുഷ്യപുത്രൻ അങ്ങനെ തന്നെ മരിച്ചിട്ട് തിരിച്ചു വരും എന്ന സെൻസിൽ പറയുകയാണ്. മത്തായി 16:21 സ്പഷ്ടമായി പറയുന്നു, അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു. ഈ വാക്യങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് യേശു പറഞ്ഞു എപ്പോഴാണ് താൻ മരിക്കുക. ഇറ്റ് ഈസ് സോ സ്പെസിഫിക്. പണ്ട് കുട്ടിക്കാലത്ത് അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് വീട്ടില് അത്യാവശ്യം പ്ലാവൊക്കെ ഉണ്ടെങ്കിലും വഴിയിൽ കാണുന്ന മാവില് കല്ലെറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലേ? പുതിയ മക്കളൊന്നും അതിൽ മാവിലേക്ക് എടുക്കണ്ട. അപ്പൊ എഴുതി കിട്ടുന്ന ഒരു സന്തോഷം. അപ്പൊ വീടുമ്പോൾ നമ്മൾ പറയാം, കണ്ടോ ഞാൻ എഴുതി വീഴും. അത് നമ്മുടെ എഴുതിയുടെ ഗുണമല്ല, പിന്നെ നിറയെ മാങ്ങയുള്ളത് കൊണ്ട് കാരണം ഏതോ ഭാഗ്യത്തിന് വീണു എന്നുള്ളതാണ്. അപ്പോൾ വാസ്തവത്തില് ഇന്നത്തെ ആൾക്കാരെ പറയുന്നു യേശുവിന്റെ prophecies were randomly spoken. യേശു ചുമ്മാ പറഞ്ഞു അങ്ങനെയല്ല. നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ പറയുകയാണ്, അന്ന് മുതൽ യേശു താൻ എവിടെ വെച്ച് ക്രൂശിക്കപ്പെടും എന്ന് പറയും. എവിടെ വെച്ച്? യെരൂശലേമിൽ വെച്ച്. ആരാണ് ക്രൂശിക്കപ്പെടും? വ്യക്തമായിട്ട് പറയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ. കുറച്ച് അടുത്ത വാക്യത്തിൽ അവിടെ പറയുന്നത് അതിനകത്ത് റോമാക്കാർ ഉൾപ്പെടുമെന്ന് കർത്താവ് പറയും. അപ്പോൾ എവിടെ വെച്ച് മരിക്കും? ആരാൽ വധിക്കപ്പെടും? എങ്ങനെ ക്രൂശിക്കപ്പെടും? വളരെ വ്യക്തമാണ്. പിന്നെ എത്ര ദിവസം കഴിഞ്ഞ് ഉയർത്തും? 3 ദിവസം കഴിഞ്ഞ്. വാസ്തവത്തില് നമ്മൾ പലപ്പോഴും മരണത്തെ കുറിച്ച് നമുക്ക് യാതൊരു ബോധ്യമില്ല. എപ്പോൾ മരിക്കും നമുക്ക് ഉയർത്തുമില്ല. പിന്നെ ഉയർത്തുന്ന കാര്യം പറയുന്നത്. അപ്പൊ യേശുവിന്റെ പ്രവചനങ്ങൾ വളരെ വ്യക്തമാണ്. It is so precise. It is so precise and conclusive that nobody can deny it, but still there are people who deny that. മത്തായി 17-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം യേശു പറഞ്ഞു, മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയാം, പക്ഷെ അതിനുശേഷം നിങ്ങൾക്ക് പറയാം എന്നതിന്റെ അർത്ഥം. ചുരുക്കി പറയട്ടെ, വാസ്തവത്തിലെ ഞാൻ പറഞ്ഞു മിനിമം 7 പ്രാവശ്യം കർത്താവ് മുൻകൂട്ടി പറഞ്ഞു കർത്താവ് പറയാം. അന്ത്യത്താഴ സമയത്ത് പോലും കർത്താവ് പറഞ്ഞു. അന്ത്യത്താഴം കഴിഞ്ഞ് അവർ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ യേശു പറയുന്നു, ഇതാ സമയം വന്നിരിക്കുന്നു, നാഴിക വന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ പാപികളുടെ ഏൽപ്പിക്കപ്പെടുന്നു, ഇന്ന് രാത്രി അവർ ഇടയപ്പെട്ടു, ആളുകൾ ചിതറിപ്പോകും. എന്നിട്ട് കർത്താവ് മുൻകൂറായി പറയുകയാണ്, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഗലീലയിലേക്ക് പോകും. നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഗലീലയിലേക്ക്. ഈ പറഞ്ഞാൽ യേശു മരണത്തിന്റെ കാര്യം മാത്രമല്ല, അടക്കപ്പെടുന്ന കാര്യം മാത്രമല്ല, ഉയർത്തിന്റെ കാര്യം മാത്രമല്ല, ഉയർത്തി കഴിഞ്ഞിട്ട് ഈ ശിഷ്യന്മാരെയൊക്കെ ഭയപരവശരായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ 2 ദിവസം കഴിയുമ്പോഴേക്കും തിരിച്ച് ഓടിക്കളയുന്ന അവസ്ഥ കർത്താവ്. പക്ഷേ അതിനു മുമ്പ് ബിഫോർ യു റീച്ച് ഗാലിലി ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായിട്ട് കർത്താവ്. ചുരുക്കി പറഞ്ഞാൽ ഇത് റാൻഡമായിട്ട് പറയപ്പെട്ട വാക്കുകളല്ല. ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തിന് മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് കർത്താവ് മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തു ഉയർത്തും. പക്ഷെ ഇത് വായിക്കുമ്പോൾ എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ കർത്താവ് ഇത്രയും പ്രാവശ്യം ഇത് പറഞ്ഞു. ആരോടായി പറയുന്നത്? നമ്മളിത് പറഞ്ഞ പോലെ പ്രസംഗിച്ച് അല്ലെങ്കിൽ പ്രസംഗം മറന്നു പോകുന്ന ഒരു തലമുറയോടല്ല. കർത്താവ് പ്രസംഗത്തിന്റെ കൂടെ മാറുന്നത് ശിഷ്യരോടാണ്. അതായത് രാവിലെയും രാത്രിയും നമ്മുടെ മക്കളോട് നമ്മൾ ഒരു കാര്യം ഇന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. 2ാം പ്രാവശ്യം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ മക്കൾ പറയും, പപ്പ മതി, എനിക്ക് മനസ്സിലായി. 3ാം പ്രാവശ്യം പറയാൻ തുടങ്ങുന്നവർ എഴുതിച്ചു. അതാണ് പുതിയ തലമുറ. വാസ്തവത്തിൽ കർത്താവ് യേശുവിനെ പല പ്രാവശ്യം റിപ്പീറ്റഡ്ലി 7-ലധികം പ്രാവശ്യം, എന്റെ ഓർമ്മയാണെങ്കിൽ മിനിമം ഒരു 12-13 പ്രാവശ്യമെങ്കിലും കർത്താവ് വീണ്ടും വീണ്ടും പറയുന്ന സമയത്ത് അവർ മിക്കവാറും യേശു പറയാൻ തുടങ്ങുമ്പോൾ ബാക്കി പറഞ്ഞു കാണും. എന്ത്? ഇതാ തുടങ്ങി, ഇന്ന് തുടങ്ങി. വീണ്ടും മരണത്തെ കുറിച്ച് പറയുന്നു, വീണ്ടും അടക്കത്തെ കുറിച്ച് പറയുന്നു, ഉയർപ്പിനെ കുറിച്ച് പറയുന്നു. പക്ഷെ കർത്താവ് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും വേറെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഈ ശിഷ്യന്മാരാരും തന്നെ കർത്താവ് മരിച്ചപ്പോൾ അവിടുന്ന് ഉയർന്നു എന്ന് ഓർക്കുകയില്ല. കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ യേശു മരണത്തിൽ നിന്ന് മടങ്ങി വരുന്ന ആരും ഓർത്തില്ല. നമ്മുടെ തിരുവഴുത്ത് പറയുന്ന മർക്കോസ് 16-ാം അധ്യായം, മത്തായി 27-28 അധ്യായങ്ങൾ വായിച്ചാല് ആ സ്ത്രീകളൊക്കെ അതിരാവിലെ കല്ലറയിലേക്ക് ചെല്ലുകയാണ്. എന്തിനാ ചെല്ലുന്നത്? യേശുവിന്റെ ശരീരത്തെ അവിടെ തൈലമെല്ലാം ഇട്ട് വയ്ക്കുവാൻ. എന്തിനാണ് ഇട്ട് വയ്ക്കുന്നത്? അത് കേടുകൂടാതെ മാസങ്ങളോളം ഇരിക്കേണ്ടതിന്. ഓർക്കണം, കർത്താവ് പല പ്രാവശ്യം
താൻ ജീവനിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞെങ്കിൽ അത് ഒട്ടും ഓർത്തിരിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും ഈ ലോകം പലപ്പോഴും ക്രിസ്തുവിന്റെ വാക്കുകൾ ഓർക്കും. പക്ഷെ പെട്ടെന്ന് മറക്കുന്നത് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന, ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന വേദപുസ്തകം കയ്യിലുള്ള നമ്മൾ തന്നെയാണ്. നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ മഗ്ദലക്കാരത്തി മറിയ കല്ലറക്കയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നു, യേശുവിന്റെ ശരീരം അവിടെ കാണുവാനില്ല. അപ്പോൾ കരയുന്ന സമയത്ത് അവിടെ മറ്റൊരു വ്യക്തിത്വത്തെ അവൾ കാണുകയാണ്. അപ്പോൾ കരയുമ്പോൾ തോട്ടക്കാരൻ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അയാൾ എന്തിനാണ് നീ കരയുന്നത്? അപ്പൊ മറുപടിയായിട്ട് പറയുകയാണ്, അയ്യോ യജമാനെ, എന്റെ കർത്താവിന്റെ ശരീരം അവർ എടുത്തുകൊണ്ടുപോയി, നീയും എടുത്തുകൊണ്ടുപോയി. അതായത് ആ സമയത്ത് പോലും ഇവൻ ഈ മഗ്ദലക്കാരത്തി മറിയ പോലും യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് ഓർക്കുന്നില്ല. ഈ മറിയ തിരിച്ച് ശിഷ്യന്മാരുടെ ഓടിച്ചെന്ന് പറയും, കർത്താവ് ഉയർത്തു എന്ന് പറയും. അപ്പോൾ എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ? പത്രോസ് യോഹന്നാനെ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, ഇവൾ പറഞ്ഞ സത്യമാണോ അറിയാനായിട്ട് എഴുന്നേറ്റ് ഓടി കല്ലറയിലേക്ക് വരും. ചുരുക്കി പറഞ്ഞാല് യേശു പല പ്രാവശ്യം ഇത് പറഞ്ഞെങ്കിലും it did not penetrate into the memory of the brain of the disciples. കർത്താവ് പല പ്രാവശ്യം അതിനെ മൂന്നി പറഞ്ഞിട്ടും അത് അവരുടെ ചെവികളിൽ പതിച്ച് തിരിച്ചു പോകുന്നില്ല. ഞങ്ങൾ പലപ്പോഴും പഠിപ്പിക്കുന്നവരാണ്, ചില സമയം ചോദിക്കാറുണ്ട്, നമുക്ക് എന്തിനാണ് 2 ചെവികൾ? അപ്പൊ ചില കുട്ടികൾ പറയുന്ന ഉത്തരം, 1 ഇൻകമിങ്, 2 ഔട്ട്ഡോർ. ഇല്ലേ? 1 കേൾക്കാനും മറ്റത് കളയാൻ, ഇടയ്ക്ക് നിർത്താൻ പാടില്ല. പക്ഷേ അതിന് വിസ്തൃതം എന്ന് പറയുന്നത് ലോകത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ വായിക്കുന്നത്. പക്ഷെ ദൈവവചനം കഴിഞ്ഞ ആഴ്ചയിൽ പ്രസംഗിച്ച ദൈവവചനം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും 99% ആൾക്കാരെ മറന്നിരിക്കാനാണ് സാധ്യത. അത് എല്ലാ പള്ളികളിലും അങ്ങനെയാണ്. അതിപ്പോ നമ്മൾ എവിടെ പ്രസംഗിക്കുന്ന ആളെ എടുക്കല്ല, വാസ്തവത്തിൽ വിശ്വാസികൾ അത് ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. പക്ഷെ പലപ്പോഴും ലോകം പറയുന്ന കാര്യങ്ങളല്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപക്ഷെ അച്ഛൻ പ്രസംഗിച്ചത് ഓർത്തില്ലെങ്കിലും അച്ഛൻ പിടിച്ചെന്ന് വഴക്ക് പറഞ്ഞാൽ ഓർത്തിരിക്കും. എത്ര വർഷം കഴിഞ്ഞാലും അത് മറക്കത്തില്ല. സമ്പൂർണ്ണ വഴക്ക് പറയുന്ന ആളല്ല എന്നാണ് എന്റെ ചിന്ത. പക്ഷെ പ്രസംഗം ഓർത്തിരിക്കുന്നത് വെച്ചാൽ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞ പോലെ ഈ ശിഷ്യന്മാർ ഓർത്തില്ല. തിരിച്ച് അവർ വന്ന് കല്ലറയ്ക്ക് വന്ന് കണ്ടിട്ട് ആകപ്പാടം മൈൻഡ് ബ്ലാങ്ക് ആയിട്ട് അവർ തിരിച്ചു പോവുകയാണ്. ലൂക്കോസ് 24-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഈ സഹോദരിമാരെ തിരിച്ചു വന്ന ബാക്കിയുള്ള 11 പേരോട് പറയുകയാണ്, യേശു ഉയർത്തു എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. തിരുവനന്തപുരം പറയുന്നു, അവർ പരിഭ്രമിച്ചു പോയി എന്ന് പറയുകയാണ്. അപ്പോസ്തലന്മാരോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുന്നത് വാക്യം 11, ലൂക്കോസ് 24:11, ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവർ വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് പല പ്രാവശ്യം ഉയർത്തിനെ കുറിച്ച് പറഞ്ഞുവെങ്കിലും ക്രിസ്തുവിന്റെ നാമം നേരിട്ട് അവർ കണ്ടുവെങ്കിൽ the disciples had no mental capacity to believe that Jesus would resurrect. കർത്താവ് ഉയർത്തുമെന്ന് വിശ്വസിക്കുവാൻ യേശുവിന്റെ ശിഷ്യന്മാർക്ക് അന്ന് സാധിച്ചിരുന്നില്ല. ലൂക്കോസ് 24-ാം അധ്യായം നമ്മൾ അവിടെ 13 മുതൽ വായിച്ചാല് എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാർ നടന്നു പോവുകയാണ്. അപ്പോൾ യേശു അവരോട് കൂടെ വേഷപ്രച്ഛന്നനായി. അഥവാ അവർക്ക് മനസ്സിലാകുന്നില്ല, യേശുവിടെ കൂടെ നടക്കുക. കുറെ സമയം കഴിഞ്ഞിട്ട് യേശു ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പറയുമ്പോൾ ഇവര് പറയുകയാണ്, വാസ്തവത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സഹോദരിമാരെ കല്ലറയിലേക്ക് പോയി, അവിടെ യേശുവിന്റെ ശരീരം കണ്ടില്ല എന്ന് മാത്രമല്ല, അവർ തിരിച്ചു വന്ന് യേശു ഉയർത്തു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തി എന്ന് പറയുകയാണ്. അപ്പൊ യേശു ഉയർത്താൻ മുൻകൂട്ടി പറഞ്ഞിട്ടും യേശുവിന്റെ കൂടെ നടന്നിട്ടും യേശുവിന്റെ അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടും യേശു ഉയർത്തു എന്നുള്ള മെസ്സേജ് കിട്ടിയിട്ട് പോലും അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, വെറും കെട്ടുകഥയാണ് എന്ന് അവർക്ക് തോന്നി, വെറുതെ പറയുന്നതാണ് എന്ന് അവർക്ക് തോന്നി, വെറും തോന്നലാണ് എന്ന് അവർക്ക് തോന്നി. നമുക്ക് തോമസിനെ കുറിച്ച് അറിയാം. തോമസിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്, തോമസ് കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരെടുത്തേക്ക് വന്നു. എന്നാൽ വരുന്ന സമയത്ത് നിർഭാഗ്യവശാലും ഭാഗ്യവശാലും തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് നമ്മൾ വായിക്കുന്നത്, തോമസ് പിന്നെ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, എടോ നീ മിസ് ചെയ്തു, കാര്യം എന്താ, യേശു വന്നിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തോമസിന്റെ മറുപടി ഇങ്ങനെ, ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഭാഷ പറഞ്ഞ അമ്മയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല, യേശു എന്റെ മുന്നിൽ വന്ന് അതിന്റെ ശരീരം തൊട്ടാൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു തോമസ്. ചോദ്യം, യേശു തിരിച്ച് ഈ തോമസിനെ വിശ്വസിപ്പിക്കാൻ കർത്താവ് വീണ്ടും പ്രശ്നമായി. ഞാൻ ഒന്ന് പറഞ്ഞു പോകട്ടെ, വാസ്തവത്തില് കർത്താവിന്റെ ശുശ്രൂഷയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് പരീക്ഷന്മാരെ പഠിപ്പിക്കുന്നതായിരുന്നില്ല, ശാസ്ത്രീയമാർക്ക് പറയുന്നതായിരുന്നില്ല. യേശുവിന്റെ ശുശ്രൂഷ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് തന്റെ ശിഷ്യന്മാരെ ഒന്ന് വിശ്വസിപ്പിക്കലാണ്. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് യേശുവിന്റെ 40 ദിവസം, 4 ദിവസം മാത്രമേ യേശുവിന് പ്രത്യക്ഷമായിട്ടുള്ളൂ. ഈ 40 ദിവസം ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള യേശു, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള യേശുവിന്റെ മെജോറിറ്റി ഓഫ് ദ ടൈം വാസ് സ്പെന്റ് ടു കൺഫേം ദം. അവരുടെ ഉറപ്പിക്കണം. എന്ത് ഉറപ്പിക്കാൻ? മക്കളെ നോക്ക്, ഞാൻ ഉയർത്തിരിക്കുന്നു എന്ന് അവർക്കൊന്ന് വിശ്വാസം വരുത്തുവാൻ യേശു സ്ട്രഗിൾ ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. മറ്റൊരു വശം പറഞ്ഞാല് ഇന്നും ദൈവമക്കൾക്കാണ്
വചനം വിശ്വസിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട്. തിരിച്ചു വരട്ടെ. അപ്പോൾ ഇവരാരും കർത്താവിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ അതൊക്കെ ഒരു തമാശ എന്ന് പറയുന്നതിന്റെ ഒരു മറുവശമാണ്. ഞാൻ പറഞ്ഞു, ദൈവമക്കളെ വിശ്വസിച്ചില്ല, ശിഷ്യന്മാരെ വിശ്വസിച്ചില്ല, സഹോദരിമാരെ വിശ്വസിച്ചില്ല, ഈ പറഞ്ഞ പന്തിരൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ വിശ്വസിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നമ്മൾ മത്തായി 27 വായിച്ചാല് അതിന്റെ 62 വാക്യം, മത്തായി 27:62. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. എന്ന് പറയുകയാണ്, യജമാനനെ, ആ ചതിയൻ, യേശുവിനെ വിളിക്കുന്ന പേരാണ്, ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആരോർത്തത്? ശിഷ്യന്മാരെ ഓർത്തില്ല, യേശുവിന്റെ ശത്രുക്കളും ഓർത്തു. ദൈവങ്ങളെ, ഇന്നും ലോകവ്യാപകമായിട്ട് നമ്മൾ ഒരു ചടങ്ങെന്നത് പോലെ നമ്മൾ വിളിച്ചു പറയുന്നത് ക്രിസ്തു വർഷങ്ങൾ. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ചേരേണ്ടില്ല. പക്ഷെ ലോകത്തിൽ ദൈവമല്ലാത്ത പലരും ഈ ദിവസങ്ങളിൽ നമ്മൾ പക്ഷേ ന്യൂസുകൾ വെച്ചാൽ എല്ലാ ന്യൂസുകളും വിളിച്ചു പറയുന്ന സന്ദേശമുണ്ട്, യേശു ഉയർത്തു. അവർ വിശ്വാസികളായിട്ട് പറയുന്നില്ല, അവർ നിരീശ്വരവാദികളാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ഏത് ന്യൂസ് വെച്ചാലും അവർ ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് യേശു ഉയർത്തു എന്നുള്ള ഒരു സന്ദേശമാണ്. തിരിച്ചു വരട്ടെ. അപ്പോൾ യേശു ഉയർത്തു എന്നിരിക്കുന്നത് വചനം അനുസരിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പഴയതിനനുസരിച്ച് യേശു ഉയർത്തു. 2, പുതിയ മുതൽ യേശുവിന്റെ തന്നെ വാക്കുകൾ ഉദ്ധരിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും യേശു ഉയർത്തു. ഞാൻ 3ാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു ഉയർത്തു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മോഡേൺ മൈൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ബിലീവ്. യേശുവിന്റെ ഉയർപ്പ് വിശ്വസിക്കുവാൻ ശാസ്ത്രീയമായിട്ട് പലപ്പോഴും ആൾക്കാർക്ക് സാധിക്കുന്നില്ല എന്നൊരു കാര്യം നമ്മുടെ ചുറ്റുപാടുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ യേശു ഉയർത്തു എന്ന് പറയുമ്പോൾ യേശു ഉയർത്തില്ല എന്ന് തെളിയിക്കുവാൻ ബന്ധപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ കാണും. അതിന് നിരീക്ഷണവാദികളുണ്ട്, അന്നുള്ള മനുഷ്യരുമുണ്ട്. സ്വന്തം വായിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നത് യേശു ഉയർത്തിട്ടില്ല എന്ന്. വാസ്തവത്തില് ഈ ഒരു ഭാഗം ഞാൻ ഇന്ന് എടുത്തു പറയാനുള്ള കാരണം, ഇന്ന് ഞാൻ പറഞ്ഞൊരു ഉയർപ്പിന്റെ സന്ദേശം ലോകവ്യാപകമായിട്ട് ആൾക്കാരെ പ്രസംഗിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും മറുവശത്ത് ഈ ക്രിസ്തുവിന്റെ റെസറക്ഷൻ വിനയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ നിശ്ചയമായിട്ട് ക്രിസ്തു ഉയർത്തില്ല എന്ന് പറയുവാൻ ഇന്ന് വ്യഗ്രത കാണിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ നിരാകരിക്കുന്ന ചില സിദ്ധാന്തങ്ങൾ ഉണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞു. ഒന്ന്, ചില ആൾക്കാർ പറയുന്നത് യേശു വാസ്തവത്തിൽ മരിച്ചിട്ടില്ല, മരിച്ചെങ്കിലേ ഉയർത്താൻ സാധിക്കത്തുള്ളൂ. പകരം യേശു ഉറങ്ങിപ്പോയി, യേശു മയങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരു തിയറി ഇംഗ്ലീഷ് തന്നെ സൂൺ തിയറി എന്ന് പറയും. അതായത് യേശു കർത്താവ് ഇത്രയും പീഡകൾ സഹിച്ച് യേശു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ രക്തം വാർന്നു പോയതുകൊണ്ട് യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ അവൻ മരിച്ചിരുന്നില്ല, പിന്നെയോ മയങ്ങിപ്പോയി. പിന്നെ യേശു പിന്നെ എന്ത് സംഭവിച്ചാല് അവരുടെ തിയറി അനുസരിച്ച് ഈ മയങ്ങിപ്പോയ യേശുവിനെ മരിച്ചു തെറ്റിദ്ധരിച്ചിട്ട് ഇവര് കല്ലറയിൽ കൊണ്ടുവച്ചു. അപ്പൊ കല്ലറ എന്ന് പറയുമ്പോൾ ഐസിന്റെ തണുപ്പുള്ള കല്ലറ അല്ലേ? അത് മാത്രമല്ല ഈ മാർക്കറ്റിൽ മരുന്നുകളെല്ലാം പുരട്ടി. അപ്പൊ മരുന്ന് പുരട്ടി കഴിഞ്ഞാൽ he was revived because of the power of those medicines. ആ മെഡിക്കേഷൻ ഒക്കെ പുരട്ടിയത് കൊണ്ട് ആ കർത്താവ് മയങ്ങിപ്പോയവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കല്ലറയ്ക്ക്. ആ തിയറി പറയുന്നത് യേശുവിന്റെ പതിയെ കല്ലുരുട്ടി മാറ്റി പുറത്തിറങ്ങി ദൂരെ നടന്നുപോയി. ഭാരതത്തിലെ അഹമ്മദീയ മുസ്ലിംസ് എന്നൊരു കൂട്ടമാണ്. അഹമ്മദീയ മുസ്ലിംസ് അവര് പഠിപ്പിക്കുന്നത് ഈ നടന്ന് യേശു ജമ്മു കാശ്മീർ വരെ വന്നുവെന്നും ജമ്മു കാശ്മീരിൽ താമസിച്ചു വന്നും അവിടെ വിവാഹം കഴിച്ച് മക്കളുണ്ടായിരുന്നു, അവിടെ മരിച്ചുവെന്നും യേശുവിന്റെ കല്ലറ ജമ്മു കാശ്മീരിലുണ്ടെന്നും അവർ പഠിപ്പിക്കും. മനസ്സിലായോ? വസ്തുതയില് ഇത് ഏറ്റവും വലിയ തമാശ എന്ന് പറയാൻ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ പറഞ്ഞാൽ യേശു നമ്മൾ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ പോലെ സൂപ്പർമാൻ എന്ന് പറയുന്നത്. കാര്യം എന്താണ്? രാത്രി ഉറങ്ങാതിരിക്കുന്ന ഒരു യേശു, ഇത്രയും ഇഞ്ചിഞ്ചാൽ കല്ലിൽ ചതയ്ക്കപ്പെടുന്ന ഒരു യേശു, രക്തം മുഴുവൻ വാർന്നു പോകുന്ന യേശു, ഇത്രയും തകർക്കപ്പെട്ട് അവനെ കണ്ടാൽ ആളില്ല എന്ന് തോന്നുന്ന ഒരു യേശു. ഈ യേശുവിനെ ഒരുപക്ഷെ നിർജ്ജീവമായിട്ട് കല്ലറയിൽ കൊണ്ടുവച്ചിട്ട് ഈ കല്ലറയുടെ വലിയൊരു കല്ല് അസോമില് ശിഷ്യന്മാർക്ക് തന്നെ ഉരുട്ടി മാറ്റാൻ സാധ്യമല്ല. അപ്പോൾ ഇത്രയും വിവശനായി കിടക്കുന്ന ഒരു യേശു ഉറക്കം എഴുന്നേറ്റ് അകത്തു നിന്ന് കല്ല് ഉരുട്ടി മാറ്റുന്നത് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അത് അസാധ്യമാണ്. കാരണം കല്ലിനെ കുറിച്ച് പഠിക്കുന്നവർക്കറിയാം. കല്ല് ഉരുട്ടി മാറ്റം മാത്രമല്ല, അതിനു മുമ്പിൽ കാവൽ നിന്ന റോമൻ പടയാളികൾ ഓരോ വർഷം 16 പേരാണ് സെറ്റിങ്ങിന് വാങ്ങിക്കൊണ്ടിരിക്കും. ഇവരൊക്കെ തല്ലി ചതച്ച് ഇവരെയൊക്കെ എടുത്ത് വലിച്ചെടുത്ത് സോഷ്യൽ മീഡിയയിൽ പിന്നെ സൂപ്പർമാനെ കാണുന്ന പോലെ ഇവരെയൊക്കെ വലിച്ചെറിഞ്ഞ് യേശു ഇത്രയും കിലോമീറ്റർ നടന്നു വന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അത്ഭുതം വേണ്ടോ? വാസ്തവത്തിൽ ഇവർ പറയുന്ന ഒരു തിയറിയാണ് യേശു മരിച്ചിട്ടില്ല, ഉറങ്ങിപ്പോയി എന്ന തിയറി. മറ്റൊരു തിയറി ഉണ്ട്, വാസ്തവത്തിൽ യേശു മരിച്ചിട്ടില്ല, യേശു മരിച്ചു, പക്ഷെ ശിഷ്യന്മാര് അവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇത് വാസ്തവത്തിൽ തിരുവെഴുത്തിൽ വായിക്കും. നമ്മുടെ മത്തായിയുടെ സുവിശേഷം വായിച്ചാല് അവിടെ പരീക്ഷ നടന്ന ഒത്തുകൂടി കല്ലറെല്ലാം ബന്ധവസാക്കിയിട്ടും
യേശു ഉയർന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു, പടയാളികൾ ഓടി വന്ന് പറഞ്ഞു, അയ്യോ അവൻ ഞങ്ങളെയൊക്കെ തോൽപ്പിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ തന്നെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി. അപ്പോൾ തന്നെ ഒരു കെട്ടുകഥ ഉണ്ടാക്കി. എന്താ കെട്ടുകഥ? അവന്റെ ശരീരം മോഷ്ടിക്കപ്പെട്ടു എന്ന കെട്ടുകഥ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ മോഷ്ടിക്കപ്പെട്ടിരുന്നെങ്കിൽ അടുത്ത ദിവസം രാവിലെ, ചില ദിവസങ്ങൾ കഴിഞ്ഞ്, ചില ആഴ്ചകൾ കഴിഞ്ഞ്, 10 ദിവസം തൊട്ടിലും ആ യേശുവിന്റെ മധ്യം നിന്നുകൊണ്ട് സകല മനുഷ്യരും ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ക്രൂശിൽ തറപ്പിച്ചു വന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു എന്നവരുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ, പരീക്ഷമാരും ശാസ്ത്രമാരും കേട്ടുകൊണ്ടിരിക്കെ പറഞ്ഞപ്പോൾ അതൊരു കെട്ടുകഥയായിരുന്നെങ്കിൽ അപ്പൊ തന്നെ കേസെടുത്തേനെ, അവരെ ജയിലടച്ചേനെ, അവരുടെ പറഞ്ഞനെ, ഹേ സുഹൃത്തുക്കളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്, ഇതാ യേശുവിന്റെ ഒറിജിനൽ ബോഡി ഇവിടെയുണ്ട് എന്ന് പോലീസുകാര്, റോമൻ പടയാളികള്, അവരുടെ യഹൂദ പടയാളികൾ വിളിച്ച് കാണിച്ചേനെ. But they had no body to show them that Jesus' body was stolen. ചിലർ പറയുന്നത് അപ്പൊ യേശു മരിഞ്ഞു പോയി എന്ന് പറയുന്ന ഒരു തീയതി, രണ്ട് യേശുവിന്റെ ശരീരം മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന മറ്റൊരു തീയതി. ചിലർ പറയുന്നത് ഒരു രസകരമായ കാര്യമാണ്, it was just hallucinations. ചില ആൾക്കാരുടെ തോന്നലുകൾ മാത്രമാണ് യേശുവിന്റെ. അതായത് ചിലപ്പോഴൊക്കെ മരണ വീടുകളിൽ ഏതെങ്കിലും മരണ വീടുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഈ മരണ വീടുകളിൽ ഈ മരിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം ഈ ആൾക്കാര്, ഈ മരിച്ചുപോയ ആൾക്കാരെ സ്വപ്നം കാണാറുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയും, ആ മരിച്ചുപോയ എപ്പോ വരുന്ന രാത്രി വരുന്നത് തട്ടി കുറിച്ചെന്നൊക്കെ പറയും. വാസ്തവത്തിൽ അത് നമ്മുടെ ഒരു തോന്നലാണ്, അത് നമ്മുടെ ഹാലൂസിനേഷൻ എന്ന് പറയും. കാര്യം വെച്ചാൽ ഈ മരണ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആൾക്കാര്, ആ ഒരു സിറ്റുവേഷനിൽ മാത്രം കഴിയുന്ന ആൾക്കാര്, ഈ അപ്പച്ചൻ താമസിച്ച വീട്, അല്ലെങ്കിൽ അദ്ദേഹം കിടന്നുറങ്ങിയ മുറി, അദ്ദേഹം കിടന്ന കട്ടില്, ഈ വക സാധനങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ഫീലിങ്സ് ഉണ്ടാകാനും അത് സ്വപ്നം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ യേശുവിനെ കണ്ട, യേശുവിനെ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ചൊന്ന് പഠിച്ച്, യേശുവിനെ എവിടെ വെച്ച ആൾക്കാർ കണ്ടത്? അതായത് യേശുവിനെ ക്രൂശിച്ചെടുത്ത് വെച്ചല്ല കണ്ടത്. യേശുവിനെ ക്രൂശിച്ച് 3 ദിവസം കഴിഞ്ഞ് അവിടെ വാതിൽ അടച്ചിരിക്കുന്ന ആൾക്കാരുടെ നടുവിൽ യേശു പ്രത്യക്ഷപ്പെടുകയാണ്. എന്തായിരുന്നു അവരുടെ വികാരം? അവർ ഭയപരവശായിരിക്കുകയാണ്. യേശു മരണത്തിലുള്ള സങ്കടമല്ല അവർ കാണുന്നത്, പിന്നെയോ മറ്റുള്ള യഹൂദന്മാർ ഞങ്ങളെ കൊല്ലുമോ എന്ന ഭയത്തിരിക്കുന്ന അവസ്ഥയിൽ യേശു വരുന്നു. എമ്മാവൂസ് എന്ന് പറഞ്ഞാൽ അവിടെ മിനിമം 2 ദിവസത്തെ യാത്രയുണ്ട്. എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ, അതായത് ഈ പറഞ്ഞ കൂട്ടത്തിരിക്കുന്നവരെ പുറത്തിരിക്കുന്നവരുടെ അടുക്കൽ യേശു പ്രത്യക്ഷനായി. തിബേരിയസ് കടൽക്കരയിൽ വെച്ച് ഇവിടെ 3 ദിവസം യാത്രയുണ്ട്. അതായത് യേശു ക്രൂശിക്കപ്പെട്ട യഹൂദയിലാണെങ്കിൽ ഗലീല എന്ന് പറയുന്ന മറ്റൊരു പ്രദേശത്ത് അവർ യേശുവിനെ കണ്ടു. അവർ എപ്പോഴാണ് യേശുവിനെ കണ്ടത്? രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴല്ല. while they were active, while they were doing something. അവർ സ്വപ്നത്തിൽ കണ്ടതല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 Corinthians 15 അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, അവൻ 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. 1-2 പേർക്കല്ല, ഈ 12 പേർക്കല്ല, യേശുവിനെ പേഴ്സണലി അടുത്തറിയുന്ന ആൾക്കാരോടല്ല, 500-ലധികം പേർ. ഒരു പൗലോസ് പറയുന്ന വളരെ മഹത്തായ ഒരു വചനമുണ്ട്, അതിൽ അധികം പേരും ഇന്നും ജീവിച്ചിരിക്കുന്നു. Still they are alive. എന്നെക്കാൾ സഹോദരങ്ങളെ, ഞാൻ അടിവരയിട്ടൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ലോകത്തോട് ജീവിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കാം, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം ഒരു അന്ധവിശ്വാസമല്ല, ആരും ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയല്ല. യേശു കർത്താവ് മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തത് 500-ലധികം ആൾക്കാർ നേരിട്ട് കണ്ടു. അവർ തൊട്ടു നോക്കി. യോഹന്നാൻ അപ്പോസ്തലൻ പ്രകാരം എഴുതി, ഞങ്ങൾ കണ്ട വചനം, ഞങ്ങൾ കേട്ട വചനം, ഞങ്ങൾ തൊട്ടു നോക്കിയ വചനം. കൃത്യമായിട്ട് പറഞ്ഞാൽ യേശുവിന്റെ ഉയർപ്പെന്ന് പറയുന്ന ഒരു കെട്ടുകഥയല്ല, ആൾക്കാർക്ക് തോന്നിയതല്ല, ശരീരം മോഷ്ടിച്ചിട്ട് കള്ളക്കഥ ഉണ്ടാക്കിയതല്ല, ആൾക്കാർക്ക് ഉണ്ടാക്കിയ ഹാലൂസിനേഷൻ അല്ല. പിന്നെയോ അത് ഒരു ചരിത്രം. മുന്നിലേക്ക് പോകട്ടെ. 4ാമത്തെ ഒരു തിയറിയുണ്ട്. ഇന്നും നിരീശ്വരവാദികൾ പറയുന്ന ഒരു തിയറി. നിരീശ്വരവാദം വളരെ ശക്തമായിട്ട് നാട്ടിൽ കടന്നു വന്നിരിക്കുന്നു. പല ക്രിസ്ത്യാനികളും നമ്മുടെ വിശ്വാസം വിട്ടത് അതിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഒന്നുകൂടെ ഊന്നി പറയാൻ പറ്റുന്നത്. ചില ആൾക്കാർ പറയുന്നു it was a wrong tomb. ഈ ആൾക്കാർ ചെന്നത് തെറ്റായ കല്ലറയിലേക്കാണ്. വാസ്തവത്തില് അതിന് ഉപോത്ബലമായിട്ട് അവരൊരു വാക്യം കൂടെ പറയും. അതായത് അവനെ വച്ചിടത്ത് നിങ്ങൾ പോയി കാണുക, നോക്കുക എന്ന് പറയുന്ന ഒരു വാക്യം. വാസ്തവത്തിൽ അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കണം, യേശുവിനെ അടക്കം ചെയ്തത് ഒരു പൊതു ശ്മശാനത്തിലല്ല. ആണോ? യേശുവിനെ അടക്കം ചെയ്ത് ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ആയതുകൊണ്ടാണ് ഇടയ്ക്ക് ചോദിക്കുന്നത്. ചിലര് പിന്നെ മുട്ടക്കറിയെ കുറിച്ച് ചിന്തിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചിലേക്ക് വരേണ്ടത് എന്നോട് ആവശ്യം. യേശു നടക്കിയത് പൊതു ശ്മശാനത്തിലല്ല, പിന്നെ എവിടെ പറഞ്ഞേ? എവിടെ? അരിമത്തിക്കാരനായ യോസഫിന്റെ, അതായത് അത് സ്പെഷ്യലി ഒരേ ഒരു കല്ലറ. നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറെ കല്ലറ
സെല്ലാർ സിസ്റ്റം മാറിയിട്ട് കുറച്ചു കാലം മുമ്പാണ് കുറേ ശ്മശാനങ്ങൾ, കുറേ കലറകൾ കാണും. ഇതിൽ ഏതാണ് തിരിച്ചറിയുന്നത് നിവൃത്തിയില്ല. അതുകൊണ്ട് ആൾക്കാർ ചില കലറകളെ വലുതാക്കുന്നു, ചെറുതാക്കുന്നു. അതിന് ചില ആൾക്കാർ മൊസൈക്ക് പാകുന്നു, ചില ആൾക്കാർ മാർബിൾ പാകുന്നു, ചില ആൾക്കാർ പിന്നെ വലിയ കുരിശ് വയ്ക്കുന്നു. ഇല്ലേ, ജീവിച്ചിരുന്നപ്പോഴേ കുരിശായിരുന്നു, പോകുമ്പോൾ കുരിശ്. അപ്പോൾ people try their level best to identify. എന്താ പറയണ്ടേ? യേശുവിന്റെ കല്ലറ അങ്ങനെ 100 കല്ലറകളുടെ കല്ലറ ഒരേ ഒരിതല്ല, ഒരു ടോട്ടൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കപ്പെട്ട ഒരേ ഒരു കല്ലറ മാറിപ്പോകാനുള്ള സാധ്യതയില്ല. ഇനി അഥവാ മാറിപ്പോയി വിചാരിക്കും ഈശ്വരനെ പറഞ്ഞ പോലെ പത്രോസ് വിളിച്ച് പറയുകയാണ്, ആ യേശു ഉയർത്തു എന്ന് പറയുന്നത്. പരീക്ഷമാരെ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട്. കാരണം ശരി, ശിഷ്യന്മാർക്ക് മാറിപ്പോയി, പക്ഷെ ആർക്ക് മാറില്ല? റോമൻ പടയാളികൾക്ക് മാറില്ല. അതുപോലെ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇപ്പോഴും റോമൻ പടയാളികൾ കാവൽ നിൽക്കുന്ന കല്ലറയില്ലേ, അവിടെ ഇപ്പോഴും ആ ശരീരമുണ്ട് എന്ന് വിളിച്ച് കാണിച്ചേനെ. ഒന്നുകൂടെ പറഞ്ഞു പോകട്ടെ. ചില വിടുന്ന ഇന്നുള്ള ചില പിന്നെ ദൈവദാസന്മാരടക്കം എത്തിയത് വാസ്തവത്തിൽ യേശു ശരീരം കൊണ്ട് ഉയർത്തില്ല, അവൻ ആത്മാവ് കൊണ്ട് ഉയർത്തും. സേഫാണ്. അതാകുമ്പോ മൈക്ക് ഒന്നും പറയണ്ട, ശരീരം മോഷ്ടിച്ചൊന്നും പറയണ്ട, ഈ പറഞ്ഞ കാര്യം ഒന്നും പറയണ്ട. യേശുവിന്റെ ശരീരം ഉയർത്തും, പക്ഷെ ആത്മാവ് കൊണ്ട് അവൻ ഉയർത്തും അല്ല. ഏത് പുസ്തകം പറയുന്നു? അവൻ ശരീരത്തോടെ ഉയർത്തു. എന്റെ വേറെ സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഞാൻ ഊന്നി പറഞ്ഞു വെച്ചാല്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് യേശു ശരീരത്തോടെ ഉയർത്തു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ, എന്ന് വിശ്വസിക്കൽ മാത്രമേ തിരുവെഴുത്തിന്റെ ബാക്കി ഉപദേശങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ വചനം പറയുന്നത് ഇതൊരു തോന്നലല്ല, ഇതൊരു വിദ്യാധാരണയല്ല, ആൾക്കാർ ചമച്ചുണ്ടാക്കിയ ഒരു കഥയാണ്. പിന്നെയോ തിരുവചനം ശക്തമായിട്ട് വ്യക്തമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഊന്നി പറയുന്ന ഒരു സന്ദേശമാണ്. എടുത്തു പറയട്ടെ, ആദ്യത്തെ 300 വർഷം അന്നുണ്ടായിരുന്ന ക്രൈസ്തവ സഭ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലപ്പെട്ടു. അന്നുണ്ടായിരുന്ന റോമൻ സർക്കാർ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയതിന് കണക്കില്ല. ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കപ്പെട്ടു. എന്തിനാണെന്ന് അറിയുമോ? അവർ യേശു പറഞ്ഞൊരു കാര്യം, യേശു ഞങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട്. അത് നമ്മൾ സ്വന്തം ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. ഈ റോമാക്കാരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് അന്നുണ്ടായിരുന്ന ക്രൂര മൃഗങ്ങളുടെ മുന്നിലേക്ക് ഭക്ഷണമാകാൻ ക്രിസ്ത്യാനികളെ വലിച്ചെറിഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്താലും ഞങ്ങൾ പിന്മാറുകയില്ല. അന്ന് പാരന്റ്സിനെ, മാതാപിതാക്കളെയും കുട്ടികളെയും പിടിച്ചു നിർത്തിയിട്ട് മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പോലും. നിങ്ങൾ വിശ്വാസം തള്ളി പറഞ്ഞില്ല എങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊല്ലുകയും. ഒരുപക്ഷെ ഇത് കാണുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയം ഉണ്ടാകും. ഇന്നത്തെ അന്നത്തെ എല്ലാ കാലത്തും. പക്ഷേ അന്ന് ഈ കുഞ്ഞു മക്കൾ പറഞ്ഞു, അപ്പ അമ്മ യേശു തള്ളി പറയുന്നത് ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല. അതിന്റെ കാര്യം പറയാമോ? ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ, ഇത്രയും ലക്ഷക്കണക്കിന് ദൈവങ്ങൾ അവർ മരിക്കുവാൻ തയ്യാറായത് ഒരു കെട്ടുകഥയ്ക്ക് വേണ്ടിയല്ല. തങ്ങളുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞ ഒരു സന്തോഷം, തങ്ങളുടെ ജീവിതത്തിൽ അവർ നേരിട്ടറിഞ്ഞ ഒരു സന്തോഷം, ആ ഒരു അനുഭവമാണ് ക്രൈസ്തവ വിശ്വാസം. ഞാൻ ഇതിലേക്ക് പോകട്ടെ. അവർ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതുവരെ 3 കാര്യങ്ങൾ പറഞ്ഞു. എന്റെ ശബ്ദം അതിനോളം വളർത്തില്ല. ഓക്കെ, തിരിച്ചു വരിക. അപ്പൊ ഞാൻ ഇതുവരെ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ വാക്യങ്ങൾ അനുസരിച്ച്. 2, ക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് യേശുവിന്റെ സ്വന്തം പ്രവചനങ്ങളെ സാധൂകരിക്കുന്നത്. 3, ക്രിസ്തുവിന്റെ പ്രവചനത്തെ എഴുതി തള്ളുവാൻ, നിരാകരിക്കുവാൻ പല ആൾക്കാരും ചില തിയറികളുണ്ട്. അതിനെ അസാധുവാക്കാനുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 3, ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ നോക്കാൻ ആഗ്രഹിക്കും. ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ ക്രിസ്തുവിന്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന ചില ഉറപ്പുകൾ ഉണ്ട്. ക്രിസ്തുവിന്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന ചില ഉറപ്പുകൾ ഉണ്ട്. ആ ഉറപ്പുകൾ എന്താണ്? ആ അനുഗ്രഹം എന്താണ് എന്ന് പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കാം. ചില വാക്യങ്ങളെ ഞാൻ വായിപ്പിക്കട്ടെ. പൊതുവിൽ കുറെ കാര്യമുണ്ടെങ്കിൽ 5 കാര്യങ്ങളെ ഞാൻ നിമിഷമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. റോമർ 4-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ വേദപുസ്തകമുള്ളവർക്ക് തുറന്നു നോക്കാം. റോമർക്ക് എഴുതിയ 4-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ വായിക്കും. റോമർ 4-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കും. നമ്മെ വിചാരിച്ചുകൂടെയാണ് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ച് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു വിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ. അതിന്റെ അവസാനം വായിക്കുന്നു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു വിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു. ഇതിനനുസരിച്ച് ക്രിസ്തുവിന്റെ ഉയർപ്പ് നൽകുന്ന 5 പ്രധാന ഉറപ്പുകളിൽ ഒരു ഉറപ്പ്, ഒന്നാമത്തെ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നീതീകരണത്തിന്റെ ഉറപ്പാണ്.
ഞാൻ ചോദിക്കുന്നത് നീതി എന്ന് വെച്ചാൽ വേദപുസ്തകം പറയുന്നത് സകല മനുഷ്യരും പാപികളാണ്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ സകല മനുഷ്യരും ദൈവസന്നിധിയിൽ പാപികളായിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ മേൽ മനസ്സലിവ് തോന്നി. വേദപുസ്തകം അനുസരിച്ച് ഇങ്ങനെയാണ്, അവൻ ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മൾ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവേ അന്ന് എന്റെ പാപങ്ങളുടെ മരിച്ചു എന്ന് പറയുമ്പോൾ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ അനുസരിച്ച് നാം നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, നമ്മുടെ അധരം കൊണ്ട് ഏറ്റുപറയുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളികളാണ്. അങ്ങനെ ക്രിസ്തുവിനെ നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ക്രിസ്തുവിനെ വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മെ ദൈവം നീതീകരിക്കുന്നു. അതായത് നമ്മൾ വാസ്തവത്തിൽ ഇപ്പോഴും പാപികൾ ആണ്. നമ്മൾ ഇപ്പോഴും പാപത്തിന്റെ സ്വഭാവമുണ്ട്. നമ്മുടെ വാക്കുകൾ പലപ്പോഴും തെച്ചു പോകുന്നു, നോട്ടങ്ങൾ പലപ്പോഴും തെച്ചു പോകുന്നു. വേദപുസ്തകത്തിൽ പൗലോസ് പറയുന്നതുപോലെ പലപ്പോഴും ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ചെയ്യുവാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ദൈവം നമ്മൾ നോക്കുമ്പോൾ he does not see us as sinners but as righteous. ദൈവം നമ്മളെ നോക്കുമ്പോൾ ദൈവം നമ്മളെ നോക്കുന്ന ഒരു കണ്ണാടി എന്ന് പറയുന്നത് വാസ്തവത്തിൽ യേശുവിലൂടെ നമ്മളെ നോക്കുന്നത് കൊണ്ട് യേശുവിന്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ്, നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്ന ഉറപ്പാണ്. അതായത് നമ്മൾ ഇന്ന് ഇവിടെയുള്ള ഈ ഒരു കൂട്ടായ്മ കൂടി ഇത് വീട്ടിലേക്ക് പോകും. നമ്മളിവിടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കാം, സന്തോഷിച്ചെന്ന് വിചാരിക്കാം, ഉയർപ്പിന്റെ ഗാനങ്ങളൊക്കെ പാടിയെന്ന് വിചാരിക്കാം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വീട്ടിലെത്തിക്കൊണ്ട് അയൽവാസികൾ പ്രശ്നമുണ്ടാക്കും. ഇത് പ്രവചനമല്ല, ഞാൻ സംഭവിക്കാതിരിക്കട്ടെ. അയൽവാസികൾ പ്രശ്നമുണ്ടാക്കും. ഉണ്ടാക്കുന്ന ഉടനെ നമ്മൾ കൊയറൊക്കെ പാടി ചെയ്ത് തന്നെ, കീബോർഡ് വായിച്ചത് തന്നെ, പ്രസംഗമൊക്കെ ചെയ്തൊക്കെ ചെയ്ത് തന്നെ, പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ ബൈബിളൊക്കെ മറിച്ചിരിക്കും. മിക്കവാറും ഫുൾസിയൊക്കെ നമ്മൾ മടക്കി വയ്ക്കും. ഇല്ലേ, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നവരുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആ പുനരുദ്ധാരണത്തിന്റെ സംഭവം ഇല്ല. നമ്മൾ ആരായിട്ട് കാണും? ഇന്നലത്തെ മിനിഞ്ഞാമത്തെ ക്രിസ്തു അതിന് മുമ്പുള്ള ആളായിരുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് കടന്നു വരുന്ന ഒരു പഴയ സ്വഭാവമുണ്ട്. വേദപുസ്തകം പറയുന്നു നമ്മളിപ്പോഴും അങ്ങനെയുള്ള പാപ സ്വഭാവമുള്ളവരാണെങ്കിൽ അത് തീർച്ചയായും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ദൈവം നമ്മൾ നോക്കുമ്പോൾ ദൈവം നോക്കുന്നത് പാപികൾ ആയിട്ടല്ല. നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പക്ഷെ പാടുകയാണ് പരിശുദ്ധൻ മഹോന്നത ദൈവൻ എന്ന് നമ്മൾ പാടുമ്പോൾ വാസ്തവത്തിൽ ദൈവം നമ്മളെ നോക്കുന്നത് പാപികൾ ആയിട്ടല്ല, നമ്മളെ വിശുദ്ധരായിട്ട് അവൻ കാണും. അതിന് പ്രധാന കാരണം അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ നമ്മൾ നീതീകരിക്കപ്പെടും. ക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ നമ്മൾ നീതീകരിക്കപ്പെടും. വായിച്ച വേദഭാഗത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. അതായത് ക്രിസ്തുവിന്റെ ഉയർപ്പ് നൽകുന്ന ഒന്നാമത്തെ ഉറപ്പ് നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ് എന്ന ഉറപ്പാണ്. ഞാൻ മറ്റൊരു വാക്യത്തിലേക്ക് പോട്ടെ. എഫേസ്യർ 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എഫേസ്യർ 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധനാളിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ കല്ലറത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിച്ച് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാക്യമില്ലത് അങ്ങനെ അവൻ ക്രിസ്തുവിനെ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഉയർന്ന് ഉയർപ്പിച്ചു. അത് മനസ്സിലാക്കുകയാണെന്ന് ചുരുക്കം പറയട്ടെ. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നമ്മിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ പരിശുദ്ധാത്മ ദാനത്തെ റോമാലേഖനം അനുസരിച്ച് അവൻ മുകളിലേക്ക് ചെന്ന് പരിശുദ്ധാത്മ ദാനം നമുക്ക് നൽകുന്നത് വാസ്തവ ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാല് നമ്മിൽ ഇന്ന് വ്യാപരിക്കുന്ന ഒരു ശക്തി. പക്ഷേ നിർഭാഗ്യവശാൽ ദൈവമക്കൾക്ക് അത് അറിയത്തില്ല. ദൈവമക്കൾ കഴിഞ്ഞാൽ നമ്മുടെ ദിവസങ്ങളിൽ നമ്മൾ പറയുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ ഞങ്ങൾ പുഴുക്കളാണ്, ഇല്ലേ, കാരണം ഞങ്ങൾ പൊടിയാണ്, കർത്താവ് ഞങ്ങൾ വെണ്ണീറാണ്, ഇല്ലേ. നമ്മളിങ്ങനെ നമ്മളെ തന്നെ കാട്ടി ദൈവസഭയിൽ മാത്രമല്ല, ഇതിന്റെ പുറത്തിറങ്ങിയപ്പോൾ നേരെ തിരിച്ചാണ്. നമ്മുടെ വാക്കുകൾ നോക്കി പറയും, നിങ്ങൾ പൊടിയാണ്, ഞാനും പോലെയാണ്. ഞാൻ തിരിച്ചു പറഞ്ഞിട്ട് വാസ്തവത്തിൽ അതിനനുസരിച്ച് നമ്മൾ അങ്ങനല്ല. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. നിങ്ങളുടെ വിശ്വാസമോ ലോകത്തെ ജയിച്ച വിശ്വാസം. വാസ്തവത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടി എന്ന് വേദപുസ്തകത്തിന്റെ പ്രധാന കാരണം നമ്മൾ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അപ്പോസ്തലൻ 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ആ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട്. എന്താണ് ശക്തി എന്നല്ലേ? വാസ്തവത്തിൽ അനുഭവിച്ചിരുന്ന വാക്ക് ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അതായത് പൊട്ടിത്തെറിക്കാൻ ശക്തിയുള്ള ഒരു ശക്തി, പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന ഒരു ഡൈനാമിക്സ് പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ശക്തി. നമുക്ക് മറ്റൊരു പക്ഷത്തിൽ പറഞ്ഞാല് നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്ന ആനകളുണ്ട്, ആനകളുണ്ട്.
എന്താണ് ഈ ആനകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? ഈ ആന ഇത്രയും വലുതാണെങ്കിൽ, ഒരു ജൈജാന്റിക് ഫിഗർ ആണെങ്കിൽ, ഒരു കൊച്ചുകുട്ടി അതിനെ കയറിട്ട് വലിച്ചു മാറ്റിയാൽ ഇത് അനുസരണയോടെ നടക്കും. കാര്യം എന്താ? ഈ ആനയ്ക്ക് അറിയത്തില്ല അതിന്റെ ശക്തി. ഇടയ്ക്കിടയ്ക്ക് ആനയ്ക്ക് ഒരു ബോധം വരും. ആനയ്ക്ക് ഒരു ബോധം വന്നിട്ട് അതിന്റെ മുകളിലിരിക്കുന്ന ചില വിഗ്രഹങ്ങളെ വലിച്ചെറിയും. അപ്പോ ആൾക്കാരുമായി അതിന് മതം വിളങ്ങിയിട്ടുണ്ട്. വാസ്തവത്തിൽ മതം പറയുകയല്ല, ഇപ്പോഴാണ് ആനയ്ക്ക് സ്വന്തം ശക്തി അറിഞ്ഞത്. കാറുകൾ വലിച്ചെറിയുന്നു, ഓട്ടോറിക്ഷ വലിച്ചെറിയുന്നു, ആൾക്കാർ ഓടിക്കുന്നു. അത്രയും ശക്തി ആനയ്ക്കുണ്ടെങ്കിൽ it always continue to be in a kind of sleeping mode. അത് മനസ്സിൽ എന്ന് പറഞ്ഞതുപോലെയാണ് വിശ്വാസികൾ. നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തെ ജയിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. സാധാരണ ശക്തിയുടെ എതിർത്ത് സാധാരണ എന്നെ വിട്ടുപോകും, എന്റെ കുടുംബത്തെ വിട്ടുപോകും എന്ന് പറയുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. ക്രിസ്തുവിന്റെ ഉയർപ്പ് നൽകുന്ന രണ്ടാമത്തെ ഉറപ്പ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ഉറപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം, ഒന്നാമത്തെ ഉറപ്പ് നമ്മൾ നീതീകരിക്കപ്പെടുന്ന ഉറപ്പാണെങ്കിൽ, രണ്ടാമത്തെ ഉറപ്പ് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി നമ്മൾ വ്യാപരിക്കുന്നു എന്ന ഉറപ്പാണ്. മുന്നിലേക്ക് പോകട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യം ഞാൻ വായിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 57-ാമത്തെ വാക്യം. ആകയാൽ എന്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകും. ഞാൻ പറഞ്ഞു 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ പ്രത്യേകത ഇത് പുനരുദ്ധാനത്തെ കുറിച്ച് ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. അപ്പൊ പുനരുദ്ധാനത്തെ കുറിച്ച് അധ്യായം മുഴുവൻ പഠിപ്പിച്ചിട്ട് അതിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ പൗലോസ് പറയണം, അതുകൊണ്ട്, അതായത് ക്രിസ്തു ഉയർന്നത് സത്യമാണ് എന്നുള്ളതുകൊണ്ട്, ക്രിസ്തു 500-ലധികം പേർക്ക് ദൃശ്യമായി എന്നുള്ളതുകൊണ്ട്, സഹോദരങ്ങളെ, യു ബി മോർ കറേജിയസ്, മോർ സ്റ്റേബിൾ, യു ബി മോർ സ്ട്രെങ്തൻഡ്. എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, നമ്മുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമല്ല. ക്രിസ്തുവിൽ ഒത്തിരി ഉപദ്രവിക്കപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. നമ്മൾ ഇന്ന് ഈ ഞായറാഴ്ച സന്തോഷത്തോടെ കർത്താവിലായിരിക്കുമ്പോൾ വടക്കേന്ത്യയിൽ അങ്ങനെയല്ല, പല പള്ളികളിലും അങ്ങനെയല്ല. പള്ളികൾ അടിച്ചു നിലനിർത്തപ്പെടുന്നു, പല ദൈവമക്കളും സൂക്ഷിക്കപ്പെടുന്നു, പല ദൈവമക്കളും പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പക്ഷെ അവരൊന്നും പുറത്ത് വരുന്നതേയില്ല. അവർ ജീവിച്ചിരിക്കുന്ന പോലും അറിയാതെ മറ്റു പല വിശ്വാസികളും പുറത്ത് യാചനകൾ നിൽക്കുന്നു. പല എല്ലാവിധമായ കുറ്റങ്ങൾ അവിടെ ആരോപിക്കപ്പെടുന്നു. പക്ഷെ വിശ്വാസികൾ പിന്മാറുന്നില്ല. അവർ വീണ്ടും ദൈവത്തെ ആരാധിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അവർക്ക് ഈ വചനം അറിയാം, ക്രിസ്തുവിലുള്ള ഒരു പ്രയത്നവും വ്യർത്ഥമല്ല. ഇന്നല്ലെങ്കിൽ നാളെ തിരുവഴുത്ത് പറഞ്ഞ പോലെ നിന്റെ അപ്പത്തെ വെള്ളത്തിൽ നിറയുക, 7 നാൾ കഴിഞ്ഞ് അത് നിന്റെ അടുക്കൽ മടങ്ങി വരും. നമുക്ക് അധ്വാന ഫലം ഉണ്ടെങ്കിൽ, ഇത് നമ്മൾ ജീവിച്ച് മരിക്കുകയാണെങ്കിൽ, ഒരു നാളിൽ ക്രിസ്തു വന്ന് പറയും, അല്ലോ വിശ്വസ്തനായ ദാസനെ, വിശ്വസ്തനായ ദാസിയെ, നീ എന്റെ അടുക്കലേക്ക് വരിക, പിതാവ് രാജ്യം ഒരിക്കൽ വെച്ച് രാജ്യത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞ സുന്ദരത്തിനെ നമ്മൾ കാത്തിരിക്കുന്നതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ ഉയർപ്പ് നൽകുന്ന മൂന്നാമത്തെ ഉറപ്പ് നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നുള്ളതാണ്. ഇതിലേക്ക് പോകട്ടെ. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടതെന്ന് ഉറപ്പ്. 2, നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയുടെ ഉയർപ്പ്. 3, നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നുള്ള ഉറപ്പ്. 4, 2 കൊരിന്ത്യർ, ഞാൻ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ജീവിപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉയർപ്പ് നൽകുന്ന 4ാമത്തെ ഉറപ്പ് നമ്മളും ഉയർത്തും എന്നുള്ള ഉറപ്പാണ്. യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും വീണ്ടും ജീവിക്കും. അതായത് അവനോട് മരിക്കയില്ല എന്ന സാരം. പണ്ട് ഈജിപ്തില് മമ്മികൾ എന്നൊരു സംഭവമുണ്ട്. മമ്മികൾ എന്താ? മമ്മികൾ വെച്ചാൽ പിരമിഡിനകത്ത് വെക്കുന്ന കുറെ ബോഡികളെ എംബാം ചെയ്ത് വെക്കുന്ന ബോഡികൾ. ഈ ബോഡികൾ എംബാം ചെയ്ത് വെക്കുന്ന സമയത്ത് ചില മിടുക്കന്മാർ ചെയ്തൊരു പണിയുണ്ട്. ഈ ഫറവനാണ് മരിക്കുന്നത്. ഈ ഫറവന് പിന്നെയുള്ള ജീവിതത്തില് ചിലപ്പോൾ സെർവൻസിനെ കിട്ടിയില്ലെങ്കിൽ എന്ന് വെച്ച് ചില സെർവൻസിനെ കൊന്ന് അവരെ ഇവിടെ പിടിച്ചു. ചില മിടുക്കരല്ല, അവിടെ ചെന്ന വസ്ത്രം ഉണ്ടാകത്തില്ലെങ്കിലോ കുറെ വസ്ത്രങ്ങൾ വരും. ചില ആൾക്കാർ ആഭരണം വളരെ മണി കൊള്ളക്കാരൊക്കെ പിരമിഡ് അന്വേഷിച്ചു പോകും. എന്നാൽ ചില മിടുക്കന്മാര് ഒരു പടി കൂടെ കടന്ന് കുറെ വിത്തുകൾ കൂടെ വയ്ക്കും, കുറച്ച് വിത്തുകൾ വയ്ക്കും. അതായത് ഈ അടുത്തുള്ള സയന്റിസ്റ്റുകളൊക്കെ ഈ പിരമിഡിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ ചില എക്സ്പ്ലോർ വരുമ്പോൾ ഈ വിത്തുകൾ അവർ കണ്ടെത്തും. ഈ വിത്തുകൾ കണ്ടെത്തിയിട്ട് അവർ ഇന്ന് അതിനെ മുളപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മുളയ്ക്കുന്നു. വർഷം 2000-3000 ആയെങ്കിലും പക്ഷേ ആ വിത്തുകൾ മുളയ്ക്കുന്നു. മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്രയും ചെറിയൊരു സാധാരണ വിത്തിനകത്ത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മുളയ്ക്കുവാനുള്ള ഒരു കപ്പാസിറ്റി വെച്ചിരിക്കുന്ന പോലെ എന്റെ നിങ്ങളുടെ ഉള്ളിൽ നമ്മൾ വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉയർത്താനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്.
ആ ശക്തി നമ്മൾ ഉയർപ്പിക്കാൻ ദിവസം പറയുക. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ ശക്തി ഇപ്പോഴേ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുണ്ടായിരുന്നാൽ കർത്താവിന്റെ വരവിൽ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മൾ രൂപാന്തരം പ്രാപിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. ക്രിസ്തുവിൽ മരിച്ച ഒടുക്ക ദിവസം ഉണ്ടാകും. അതിന്റെ പ്രധാന കാരണം ക്രിസ്തുവിന്റെ ഉയർപ്പാണ്. ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ. ക്രിസ്തുവിന്റെ ഉയർപ്പ് നൽകുന്ന ഉറപ്പുകൾ: 1, നീതീകരിക്കപ്പെടുന്ന ഉറപ്പ്; 2, നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഉറപ്പ്; 3, നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ലെന്ന ഉറപ്പ്; 4, നമ്മൾ ഉയർത്തും എന്നുള്ള ഉറപ്പ്. ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ. എഫെസ്യർ 2:1 വാക്യം: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ ആയ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കൊളോസ്യർ 3:1 മുതലുള്ള വാക്യം: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. ഇത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അറിവിൽ മാത്രം നിൽക്കേണ്ട ഒരു അറിവല്ല, തലച്ചോറിൽ മാത്രം നിൽക്കേണ്ട ഒരു അറിവല്ല. അത് പറയുകയാണ് ക്രിസ്തുവിൽ ഉള്ള ഉയർപ്പ്. ക്രിസ്തു ഉയർപ്പെന്ന് പറഞ്ഞാല് നമ്മൾ പാപത്തിന് മരിച്ച് നമ്മളെ വിശുദ്ധിയിൽ ഉയർത്തുന്ന ഒരു പ്രക്രിയ. അതിനകത്ത് ചുരുക്കി പറഞ്ഞാല് ദൈവമക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തു മരിച്ചു, ഓക്കെ, ക്രിസ്തു അടക്കപ്പെട്ടു, ഓക്കെ, ക്രിസ്തു ഉയർത്തു. അതുകൊണ്ട് എനിക്കെന്താ നമുക്കെന്താണ് ഞാൻ പറയട്ടെ, ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് നമുക്കുണ്ടാവേണ്ട ഒരു സ്വഭാവ രൂപീകരണമാണ്. ഞാൻ പ്രകടിപ്പിച്ചു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ കാണിച്ച കൊള്ളരുതായ്മകൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പാടില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ we should have an AD and the BC before Christ. ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞ ജീവിതം എങ്ങനെയാണ്? ക്രിസ്തുവിലേക്ക് വരുന്നതിന് നമ്മുടെ നാം എങ്ങനെയാണ്? എന്ത് പറഞ്ഞാലും കുറ്റം പറയത്തുള്ളൂ, എന്ത് പറഞ്ഞാലും കുറവേ പറയത്തുള്ളൂ. അല്ലേ? നല്ലൊരു പായസം കുടിച്ചാൽ പോലും ഇന്ന് പായസം ഉണ്ടോ എന്ന് അറിയില്ല. നല്ലൊരു പായസം കുടിച്ചാൽ പോലും പായസത്തിന് ഉപ്പ് കുറവാണ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. അല്ലേ? എത്ര നല്ല സാധനം കഴിച്ചാലും, എത്ര നന്നായിട്ട് പാടിയാലും, പിച്ചുപോയ താളം പോയ പാട്ടുകളെ പിടിച്ച് പോഷിക്കാൻ ആൾക്കാർ നടത്തുള്ളൂ. നല്ല പാട്ട്, അതിനുള്ള എഫേർട്ട് ആയിരുന്നത് ഒരു നല്ല ഭക്ഷണം പറയത്തില്ല. പക്ഷെ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ we have to improve, we have to correct. നല്ല കാര്യങ്ങളെ നല്ലത് എന്ന് പറയുന്നു. മോശമായ വിട്ടുകളെന്നല്ല, പക്ഷെ സ്നേഹത്തോടെ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ചില കാര്യങ്ങൾ എപ്പോൾ കണ്ടാൽ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരു ചിന്ത. എന്ത് സംഭവിച്ചാൽ നെഗറ്റീവ് എല്ലാം മോശം പറയുന്ന ഒരു പ്രവണത മാറി ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ശക്തി നമ്മിലേക്ക് വരണം. കൊളോസ്യർ 3:2 രണ്ടാമത്തെ വാക്യം പൗലോസ് പറയുന്നത് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള ചിന്തകൾ. ഇവിടെ പറയുന്ന വാക്യം 3, നിങ്ങൾ മരിച്ചു, ജീവനോടിരിക്കെ എന്റെ പഴയ മനുഷ്യൻ മരിച്ചു, നിങ്ങൾ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഉയർന്നു നൽകുന്ന 5ാമത്തെ ഉറപ്പെന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്കും സ്വഭാവത്തിന് മാറ്റം വരും എന്നുള്ള ഒരു ഉറപ്പാണ്. സ്വഭാവത്തിന് വരുന്ന ഒരു മാറ്റം. ലോകം പോലെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. ലോകത്തിലെ ആൾക്കാർ ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിക്കേണ്ടത്. ലോകത്തിലെ ആൾക്കാർ വസ്ത്രം ധരിക്കുന്നത് പോലെ അല്ല നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത്. ലോകം ഇതിന്റെ മോഹങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. വചനം പറയുന്ന ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, എന്നാൽ ദൈവത്തിന് ഇഷ്ടം ചെയ്തവനോ എന്നേക്കും ഇരിക്കും. എനിക്കുള്ള സഹോദരങ്ങളെ, എനിക്കുള്ള പ്രിയപ്പെട്ട ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് ഞാൻ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, ക്രിസ്തുവിന്റെ ഉയർപ്പ് പഴയ നിയമമനുസരിച്ച്. 2, ക്രിസ്തുവിന്റെ ഉയർപ്പ് പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ വാക്കുകളുടെ ഒരു പ്രസ്താവനയാണ്, അതിന്റെ ഫുൾഫിൽമെന്റാണ്. 3, പറഞ്ഞത് ക്രിസ്തുവിന്റെ ഉയർപ്പിൽ നിരാകരിക്കുന്ന ചില സിദ്ധാന്തങ്ങളുണ്ട്. 4, ഏറ്റവും പ്രധാനം പറഞ്ഞത് ദൈവമക്കളെ ക്രിസ്തുവിന്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന 5 ഉറപ്പുകളെ കുറിച്ചാണ്. 1, നമ്മുടെ നീതീകരണം എന്ന ഉറപ്പ്. ഈ കൂട്ടാൻ വഴി പോകുമ്പോൾ let's believe that I'm declared as righteous. 2, എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഉറപ്പാണ്. 3, ദൈവം പറയുന്നു ഞാൻ ഈ ചെയ്യുന്നത് വ്യർത്ഥമല്ല എന്നുള്ള ഒരു ഉറപ്പ്. 4, ഒരു നാളിൽ ഞാൻ ഉയർത്തും. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ജീവിതം അറിയത്തില്ല, പക്ഷെ മരിച്ചാലും ഉയർത്തും എന്നുള്ള ഉറപ്പ്. 5, എന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള ഉറപ്പ്. ദൈവമക്കളെ, ക്രിസ്തു ഇന്നും ഉയർത്ത് നമ്മളിലൂടെ ജീവിക്കും. ക്രിസ്തു ഉയർത്തും നമ്മളിലൂടെ ജീവിക്കും. ആ ജീവനെ ഈ ലോകം കാണട്ടെ, ക്രിസ്തുവിനെ അറിയാത്തവർ കാണട്ടെ, അവർ ക്രിസ്തുവിലേക്ക് വരട്ടെ. അതിനായിട്ട് ദൈവം നമ്മൾ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി